നിമിഷം കൂടെ കർത്താവിന്റെ സന്നിധിയിലെ കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഉപവാസത്തിന്റെ 5ാമത് രാത്രി വേളയിൽ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മസാന്നിധ്യത്തെ അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം സ്തോത്രത്തോടെ കർത്താവിന് മഹത്വം കരയറ്റിയാട്ടെ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ് നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം പാടിക്കേ. നീയാണ് എന്നുമെന്നും എൻ പിതാവ്. നീ അകന്നപ്പോഴും, നീ മാറിപ്പോയപ്പോഴും, നീ പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും, നീ ആരാധനയ്ക്ക് വരാതിരുന്നപ്പോഴും, നീ ദൈവത്തെ മറന്ന് പല തെറ്റുകളും ചെയ്തപ്പോഴും, പല പാപത്തിനകത്തും നീ തിരിഞ്ഞപ്പോഴും, നിന്നെ മറക്കാതെ നിന്നെ മടങ്ങി വരുന്നതും നോക്കിയിരിക്കുന്നൊരപ്പൻ ഇന്ന് പകൽവേള, ഇന്ന് രാത്രി വേള ഒരു ആത്മസാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത് രാത്രിയിൽ ആ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ അകന്നുപോയപ്പോഴും, ഞാൻ വിട്ടുപോയപ്പോഴും, ഞാൻ യേശുവിനെ സ്നേഹിക്കാതിരുന്നപ്പോഴും എന്നെ അറിഞ്ഞ് സ്നേഹിച്ച ഒരു കർത്താവ്. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. പാട്ടിലല്ല, എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും. ഒരു ഒരുക്കത്തോടെ, ഒരു പ്രിപ്പറേഷനോടെ, എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. ഒരു പ്രാവശ്യം കൂടെ, എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, പ്രാണൻ നൽകി, എന്നെന്നും. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയരെ. വീട്ടിൽ നിന്നും എല്ലാ സ്വത്തും മേടിച്ചുകൊണ്ട് പോയ ഒരു ധൂർത്തുപുത്രനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവനെല്ലാം മേടിച്ചുകൊണ്ട് പോയി, അവന്റെ സ്വത്ത് മേടിച്ചു, അപ്പൻ എന്ത് ലഭിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ലഭിച്ചു. അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പന് വേണമെങ്കിൽ പറയായിരുന്നു നിനക്ക് ഇവിടെ ഒന്നും തരാനില്ല. പക്ഷെ ആ അപ്പൻ പറഞ്ഞു
ഓക്കെ മോനെ, നിന്റേതുമായിട്ട് നീ പൊക്കോ. സ്തോത്രം. അപ്പനെ മറന്ന് ജീവിച്ച നാളുകളിലും അപ്പൻ അവനെ ഓർക്കുന്നുണ്ടായിരുന്നു. ഒരു മെയിൻ തിങ്ങാ. 2, എല്ലാ ദിവസത്തിന്റെയും പ്രഭാതത്തിൽ അപ്പനൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കും. എന്നെ വിട്ട് പോയ മോനെ നോക്കി അവൻ തിരിച്ചു വരുമായിരിക്കും, അവൻ മടങ്ങി വരുമായിരിക്കും. അവനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പൻ. നോക്കണമേ, ജീവിത സാഹചര്യങ്ങൾക്കകത്ത് സകലതും തകർന്നു, തരിപ്പണമായി, മുന്നോട്ടിനി ഒരൊറ്റ ഹോപ്പുമില്ല. സ്തോത്രം. പണം തീർന്നു. പണം തീർന്നപ്പോൾ സ്വാഭാവികമായും കൂട്ടുകാർ വിട്ടുപോയി. പണം തീർന്നപ്പോൾ പദവികൾ വിട്ടുപോയി. കഴിക്കാൻ ഭക്ഷണമില്ല. പന്നിക്ക് കൊടുക്കുന്ന വാളവരെ ഭക്ഷിച്ച് ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് അവന്റെ ഹൃദയത്തിനകത്തൊരു വെളിപ്പാട് ഉദിച്ചത്. എൻ്റെ അപ്പന്റെ ഭവനത്തിൽ അവിടുത്തെ ജോലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ഒരു 1% മതി എൻ്റെ വിശപ്പടക്കാൻ. ആ കാഴ്ചപ്പാടും വെളിപ്പാടും ലഭിച്ച മകന്റെ ഒരു മടങ്ങിപ്പോക്കുണ്ട് കേട്ടോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ഉദാഹരണം, ഒരു 10 വർഷമായിട്ട് എല്ലാ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ ഗേറ്റിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന അപ്പൻ ഒരു ദിവസം കണ്ടു, തകർന്ന് തരിപ്പണമായി. ഒന്നുമില്ലാതെ ഒരു ബിഗ് സീറോയായിട്ട് എൻ്റെ മോൻ എൻ്റെ വീടിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പനോട് മകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പായേ എനിക്ക് ഇവിടുത്തെ മോന്റെ സ്ഥാനമൊന്നും വേണ്ട, ഇവിടുത്തെ ദാസന്മാരുടെ ഇടയ്ക്കൊന്ന് ജീവിക്കാൻ ഒരു അനുവാദം എനിക്ക് തന്നാ മതി. പക്ഷേ അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ, പ്രൈസ് ദി ലോർഡ്, ലോകത്തിനൊരു പക്ഷം നിന്നെ നോക്കിയിട്ട് നീ മുടിയനായ പുത്രനെന്നോ ധൂർത്തുപുത്രനെന്നോ പറയാൻ പറ്റും. പക്ഷെ എൻ്റെ സിരയിലും നിന്റെ സിരയിലും ഓടുന്ന ബ്ലഡ് ഇതിനെ ഒരിക്കലും എൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല. പകൽവേള പറയട്ടെ, നിന്റെ തകർച്ചയ്ക്കകത്തും നിന്റെ പരാജയത്തിന്റെ അകത്തും നിന്റെ ബ്ലഡ് റിലേഷനുകൾ മാറിപ്പോകുമ്പോഴും കാൽവറിയുടെ ഗിരിമുകളിൽ അവസാന തുള്ളി രക്തം വരെയും നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന് ഒരു അസാധാരണമായ റിലേഷനിലേക്ക് നിന്നെ കൊണ്ടുവന്ന ഒരു സ്നേഹമുണ്ട്. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഇന്ന് പകൽവേളയിൽ ആത്മാവിലൊന്ന് തിരിച്ചറിയുന്ന ദൈവജനം, ആത്മാവിലൊന്ന് രുചിച്ചറിയുന്ന ദൈവജനം അല്പനിമിഷങ്ങൾ അതരങ്ങളെ തുറന്ന് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. അതാ പാട്ടുകാരൻ പാടിയിരിക്കുന്ന, നിന്റെ സ്നേഹം എനിക്ക് നൽകി, നിന്റെ പ്രാണൻ എനിക്ക് നൽകി. അടുത്ത വരികൾ ശ്രദ്ധേയമാണ്. എന്നെന്നും എന്നെ നിന്റെ പുത്രനാക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കഴിഞ്ഞ് നാളെ മാറിപ്പോകുന്ന ഒരു സ്നേഹത്തിനകത്തല്ല കേട്ടോ ദൈവസഭയെ നീ ആയിരിക്കുന്നത്. ചെറിയ ചെറിയ പരാതികളും ലഭിക്കാത്തതിന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നീ മടങ്ങി വാ. നിന്നെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നീ പുത്രനാക്കി. പഠിക്കേ, നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ എന്നെന്നും എന്നെ നീ. മക്കളെ പാടിക്കേ, എന്റെ എല്ലാമെല്ലാം, എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പഠിക്കേ, എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. തുടർന്നുള്ള മിനിറ്റുകൾ ഇവിടെ നടക്കപ്പെടാൻ പോകുന്ന ആത്മീകമായിട്ടുള്ള ശുശ്രൂഷയ്ക്കകത്ത്
ഒരു അസാധാരണമായ ദൈവശബ്ദം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിക്കണം. കർത്താവിൻ്റെ കൃപയിൽ അവിടുന്ന് കൂടിയിരിക്കണമേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവിടുന്ന് മറയ്ക്കണമേ. ആമേൻ. വചനത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആമേൻ ഒരു വലിയൊരു വെളിപ്പാട് ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ദൈവം തുറക്കണം. വചനം കേൾക്കുമ്പോൾ ഇതിനകത്ത് ചില പാപബോധങ്ങൾ സംഭവിക്കണം. വചനം കേൾക്കുമ്പോൾ ഇതിനകത്ത് രോഗസൗഖ്യങ്ങൾ നടക്കണം. വചനം കേൾക്കുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടണം. ആമേൻ. വചനം കേൾക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്തെ അസമാധാനത്തെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു കളയണം. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ അത് പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ വഴി നടത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ താണിരിക്കാം. ഈ അനുഗ്രഹിതമേറിയ നല്ല രാത്രി സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 5ാമത് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. ഈ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ സാം പാസ്റ്റർ, കുടുംബം, പ്രിയാങ്കിൾ, കടന്നു വന്നിരിക്കുന്ന ദൈവജനം, കീബോർഡ് വായിക്കുന്ന പ്രിയ പൈതൽ, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിലെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ശാരീരികമായ അല്പം പ്രയാസത്തിലാണ് ഞാനും. പക്ഷെ അതൊന്നും ശുശ്രൂഷയ്ക്കകത്തൊന്നും ഞാനത് കാണിക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല. സ്തോത്രം. ഈ മരിക്കാൻ വേണ്ടി ഡെഡിക്കേഷനുള്ള ആൾക്കാർ പനിയുണ്ടെന്നും പറഞ്ഞ് പ്രസംഗിക്കായിരിക്കുമോ? സ്തോത്രം. അതൊന്നും ഒരു കാര്യമല്ല. സ്തോത്രം. 2-3 ദിവസത്തോട്ട് ത്രോട്ട് ഇൻഫെക്ഷനും അങ്ങനെ ഒരു വല്ലാത്തൊരു ഭാരത്തിലിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കണ്ണിനൊരു ചെറിയൊരു അസ്വസ്ഥത, എന്താണെന്ന് അറിയത്തില്ല. എനിവേ, പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കുക. ഇന്ന് രാത്രി ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഉണ്ടെന്ന് മാത്രമല്ല, അത് ഭയങ്കരമായിട്ട് ഇതിനകത്ത് വർദ്ധിക്കാൻ പോവുക. എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ പ്രസംഗം എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ രാത്രി ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന ഭാഗം, ഇന്നലെ രാത്രി ഞാനൊരു 11 മണിയായപ്പം പ്രസംഗിച്ചു തുടങ്ങിയതാണ്. ഞങ്ങൾ ഇന്നലെ ഓൺലൈൻ പ്രയർ 4 പേര് ഓൺലൈറ്റ് കർത്താവിൻ്റെ ദാസന്മാർ, ഞങ്ങൾ കുറച്ച് ദൈവാസന്മാരിരുന്നു. സ്തോത്രം. 11 മണിക്ക് പ്രസംഗിച്ചു തുടങ്ങി, തീർന്നത് 2 മണിക്കാണ് മെസ്സേജ്. ആ സെയിം മെസ്സേജ് ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൂവ് എന്തുമായിരിക്കുന്നു നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ ആത്മാവിൽ ഗ്രഹിക്കുക. അസാധാരണമായ ദൈവസാന്നിധ്യം 5-5:30 മണി വരെ ഞങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഒരുക്കത്തോടു കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഭയങ്കര ഒരു ദൈവിക പ്രവൃത്തി ഇതിനകത്ത് നടക്കും. സ്തോത്രം. ചിലതിനെ പണിയും. ആമേൻ. ചിലതിനെ കർത്താവ് ആമേൻ തിരിക്കാൻ പോകുക, ചിലതിനെ രൂപാന്തരപ്പെടുത്താൻ പോകുക. ആ വിശ്വാസത്തോടുകൂടെ, ആ ഉറപ്പോടുകൂടെ നിങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മുഖവുരകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. ഇന്ന് രാത്രിവേളയിലെ ചിന്ത ആമേൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ചാണ്. പത്രോസിൻ്റെ ജീവിതത്തിൽ ആമേൻ ക്രിസ്തുവുമായിട്ട് അനേകമായിട്ടുള്ള എൻകൗണ്ടറുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ വളരെ അതിപ്രധാനമായിട്ടുള്ള 3 എൻകൗണ്ടറുകൾ, ആമേൻ 3 മുഖാമുഖ ദർശനങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രിവേളയിൽ ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗം സത്യമായിട്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു ഭയങ്കര ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു അനോയിൻറ്റിങ് റലം അതിനകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി എടുത്ത് പ്രസംഗിച്ചിട്ടില്ല ഭാഗം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനാ മുറിയിൽ ആമേൻ വായിക്കാനിരുന്നിട്ട് വായിക്കാൻ പറ്റാതെ കരഞ്ഞു തീർത്ത പ്രസംഗങ്ങളാണ്. സ്തോത്രം. അതുകൊണ്ട് ആ നിലവാരത്തിൽ അത് ചലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആമേൻ. പ്രൈസ്. പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ 3 എൻകൗണ്ടറുകൾ. അപ്പോൾ ഈ 3 എൻകൗണ്ടറുകളും ഈ 3 മുഖാമുഖ ദർശനങ്ങളും ആമേൻ പത്രോസിനുണ്ടായത് പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ പീക്ക് പോയിന്റിലാണ്. സ്തോത്രം. ആമേൻ. 3 എൻകൗണ്ടറുകളും പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായത് ആമേൻ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ആമേൻ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ആമേൻ തകർന്നിരിക്കുന്നവരെ കർത്താവ് ഇന്ന് പകൽവേള പണിയും, ഇന്ന് രാത്രി പണിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഉറപ്പോടെ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. നമുക്ക് വായിക്കാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത് അധ്യായം, അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ വായിക്കാം.
മതി. സ്തോത്രം. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ആ ഭാഗത്തിനകത്ത് കാണുന്ന ഒരു ഭയങ്കര ഒരു സംഭവം ഞാൻ പറയാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് ഇനി നാളത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വളരെ വ്യാകുലപ്പെട്ടിരിക്കുന്ന പത്രോസ്. നാളെ EMI അടയ്ക്കണം, നാളെ ലോണിൻ്റെ കാര്യങ്ങളുണ്ട്, ഇന്നത്തെ മീൻ കിട്ടിയിട്ട് വേണം നാളെ പോയി കച്ചവടം നടത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്യാം. പക്ഷേ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് യേശു കർത്താവ് വരിക. എന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട്. ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് ആ വാക്കൊന്ന് പറഞ്ഞേ, അപേക്ഷിച്ചു. പത്രോസ് ആരാ? യേശു കർത്താവ് പത്രോസിനോട് അപേക്ഷിക്കാൻ പത്രോസ് ആരാ? ഒരു സാധാരണക്കാരൻ, ഒരു മീൻപിടുത്തക്കാരൻ, ഒരു മുക്കുവൻ, പല പേരുകൾ. സ്തോത്രം. ലോകത്തെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ ദൈവം ഒരു പത്രോസിനോട് വന്ന് പറയുക, ഐ റിക്വസ്റ്റ് യു. എന്നാ അല്ലേ? നമ്മൾ പലപ്പോഴും ഈ ദൈവസാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയോ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മളോടൊക്കെ കർത്താവ് എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത, ഞാൻ നിന്റെ വീട്ടിലൊന്ന് വന്നോട്ടെ മോനെ. ആ പിന്നെ ഞങ്ങളുടെ പാസ്റ്ററിനെ ഞങ്ങൾ കൊണ്ടുവന്നില്ല, പിന്നെ ആ കർത്താവിനെ. സ്തോത്രം. പത്രോസിനോട് കർത്താവ് അപേക്ഷിക്കുകയാണ്, ഞാൻ ഈ പടകിലൊന്ന് ഇരുന്നോട്ടെ. ഇന്ന് രാത്രി വേള ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു ദൂത് അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന മേഖലകളിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കുക. സ്തോത്രം. ഞാൻ എൻ്റെ സഭയിൽ പണ്ട് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ലേറ്റ് കമേഴ്സിനോടാണ് കൂടുതലും പറഞ്ഞത്. ഇവിടെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പരിഭവമൊന്നും കാണിക്കരുത്. സ്തോത്രം. പരിഭവം കാണിച്ചാലും കുഴപ്പമില്ല, ഞാൻ പ്രസംഗം കഴിയുമ്പോൾ ഞാനങ്ങ് പോവും. സ്തോത്രം. ആമേൻ. ഈ പ്രാർത്ഥന തുടങ്ങിക്കഴിയുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഇനി ബൈബിള് നോക്കിയിട്ട് സ്തോത്രം നിങ്ങൾ ഇതിനെ മറ്റൊരു രീതി വ്യാഖ്യാനിക്കരുത്. 10 മണിക്ക് തുടങ്ങുന്ന ആരാധനയ്ക്ക് 10 മണിക്ക് വരുന്നവരുണ്ട്, 10:30 വരുന്നവരുണ്ട്, 9:45 എത്തിയവരുണ്ട്. സ്തോത്രം. 10:30 11 മണിക്കും വരുന്നവരുണ്ട്. എൻ്റെ ഒരു ചിന്തയാണ്, ഇപ്പം ഞാൻ 10:30 വന്നു, പക്ഷെ എന്നെ ബ്ലെസ് ചെയ്യുവാൻ കർത്താവ് ഒരു പ്രോപ്പർ ടൈം വെച്ചിരുന്നത് 10:15. എനിക്ക് അന്ന് ആ ബ്ലെസ്സിങ് കിട്ടുമോ? ഇല്ല. നമ്മളെ ദൈവം തിരയുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ബിസിയാ. ഒരുവനോട് ചേടാ വേണ്ടേ, നിനക്ക് വേണ്ടുന്ന അത്താഴം ഒഴുക്കി കാത്തിരിക്കുക രാജാവ്. ബാ, എനിക്ക് വയലിൽ പോകണം, എനിക്ക് കൊച്ചിൻ്റെ കാര്യം നോക്കണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, എനിക്ക് അത് ചെയ്യണം. ദൈവം നമുക്ക് നോക്കണം. ഈ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഒരു റലത്തിലുള്ള സംഭവമല്ല. ഈ ദൈവം നമുക്ക് വേണ്ടി അവൈലബിൾ ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര ബിസി ഷെഡ്യൂളൊക്കെ ചെയ്ത് ഇങ്ങനെ ഓടുക. പക്ഷെ എനിക്ക് അവിടെ പത്രോസിനെ ഇഷ്ടപ്പെട്ടു. അപേക്ഷിച്ചപ്പോൾ ഉപേക്ഷിച്ചില്ല. കർത്താവ് എൻ്റെ പടകെടുത്തോ, എൻ്റെ പടക്. ഇന്ന് രാത്രിവേളയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണം. എനിക്കറിയത്തില്ല അച്ഛാ, ഇവിടുത്തെ സിസ്റ്റം എനിക്കറിയത്തില്ല. നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥന വയ്ക്കാനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പാസ്റ്ററിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടൊരു മീറ്റിംഗ് അവിടെ വെക്കണം. അതൊരു ബ്ലെസ്സിങ് ആണ്. ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത ഇവിടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പാസ്റ്ററിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കണം. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, കുടുംബ പ്രാർത്ഥനകളിൽ ലേലം പിടിക്കുക, തട്ടിക്കളിക്കുക. എനിക്ക് ഇന്ന് വേണ്ട, അപ്പുറത്ത് അച്ചാൻ കൂട്, ഇപ്പുറത്ത് അച്ചാൻ കൂട്, അവിടെ കൂട്, ഇവിടെ കൂട്, അവങ്ങിട്ട് തട്ടിക്കളിയ. സ്തോത്രം. ഇന്ന് രാത്രി വേള ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നൊരു പ്രോപ്പർ ടൈമിംഗ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ ബിസി ആകരുത്. അവർ ചോദിക്കും, പാസ്റ്ററെ അപ്പോഴും അത് ഈ ബിസി അത് ഏത് സമയം?
അതാ പറഞ്ഞത്, ഏത് സമയം അവൈലബിൾ ആയിരിക്കുക. സ്തോത്രം. എപ്പോഴാണോ അത് ദൈവ സാന്നിധ്യം വിട്ടുപോകാനുള്ള ഒരു സിറ്റുവേഷൻ അകത്തേക്കും നീ പോകരുത്. പാപം ചെയ്യാനുള്ള പ്രേരണകൾ നിന്റെ മുൻപിൽ കിടക്കുമ്പോഴും, പാപം നിന്റെ മുൻപിൽ കിടക്കുമ്പോഴും അതിനെ വിട്ടോടാനുള്ള ഒരു കൃപ പ്രാപിക്കണം. ഇതെവിടെ നിന്ന് പ്രാപിക്കും? ഇത് പ്രാർത്ഥനാ മുറിയിൽ പ്രാപിക്കും, ഇത് വചനത്തിൽ നിന്ന് പ്രാപിക്കും, ഇത് ദൈവശബ്ദത്തിൽ നിന്ന് പ്രാപിക്കും, ഇത് പാട്ടിലൂടെ നീ പ്രാപിക്കും. ഇന്ന് രാത്രി വേള ഞാൻ പറയട്ടെ, അവൻ ദൈവത്തോടുള്ള പ്രൈസലോട് ഒരു അഭേദ്യ ബന്ധത്തെ മുറുകെ പിടിക്കുവാൻ ഇതിനകത്തിരിക്കുന്ന ദൈവജനം തയ്യാറാണെങ്കിൽ, അവൻ നിന്റെ പ്രശ്നങ്ങൾക്കകത്ത് നീ ഇറങ്ങുന്നതിന് മുൻപ്, നീ അറിയുന്നതിന് മുൻപ്, നീ പോലും അറിയാതെ അതിനകത്ത് പ്രവർത്തിക്കുവാൻ അവൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇവിടെ അവൻ നിഴൽ പോലെ, ഇവിടെ ഒരു അവൻ മേഘം പോലെ ഇതിനകത്ത് നിൽക്കൊണ്ടെന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ഉപവാസത്തിന്റെ 5ാമത് രാത്രിയിൽ അവൻ സാംബാസിന് വേറെ മീറ്റിംഗ് ഇല്ലായിരുന്നിട്ട് കുറച്ച് ദിവസം സമയം പോകാൻ വേണ്ടി വെച്ച മീറ്റിംഗ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് ദേശത്തിന്റെ, ഇത് സഭയുടെ, ഇത് ദൈവമക്കളുടെ ഉണർവിന്റെ കാലമാ. ഇന്ന് രാത്രി വേള ഞാൻ ഒരു പ്രവചന ശബ്ദം പോലെ വിളിച്ചു പറയുന്നു, അവൻ കാലം ഉണരേണ്ടുന്ന സമയം അതിക്രമിച്ചു. സഭ ഉണരേണ്ടുന്ന കാലം അതിക്രമിച്ചു. അവൻ ജനങ്ങൾ ഉണരേണ്ടുന്ന കാലം അതിക്രമിച്ചു. അവൻ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ. കർത്താവിന്റെ വരവ് വാതിൽക്കലായി കഴിഞ്ഞു. ആമേൻ. സ്തോത്രം. പത്രോസിന്റെ ജീവിതത്തിലെ 1ാമത്തെ എൻകൗണ്ടറിൽ പത്രോസ് സബ്മിസീവോടുകൂടെ ഇരുന്നു. പത്രോസിനോട് പറഞ്ഞു, നിന്റെ പടകനിക്ക് വിട്ടുകരുക എന്ന് അപേക്ഷിച്ചപ്പോൾ അപേക്ഷയെ അവൻ കൈക്കൊള്ളുക മാത്രമല്ല, അവൻ അത് വിട്ടുകൊടുക്കുകയും, അടുത്ത വാക്ക് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാദാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും, ആ വാക്കെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത അവൻ എങ്കിലും. 10 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയമില്ലേ? ഇന്നലെ രാത്രിയും പറഞ്ഞില്ലേ, ഇതിനകത്ത് മറുപടി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നിട്ടും രാവിലെ എഴുന്നേറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അതാ എങ്കിലും. മനസ്സിലായില്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾക്കകത്ത് നമ്മളെ അവൻ മാനസികമായി തകർത്ത്, മാനസികമായി ഉടച്ച്, അവൻ മാനസികമായി നിരാശ കൊണ്ടിട്ട് ഇനി നിന്റെ മുൻപിൽ ഒരു ഹോപ്പില്ല എന്ന് കൊണ്ടുവരുന്ന അവൻ പൈശാചിക മേഖലയെ ആത്മാവിൽ നിങ്ങൾ ശാസിച്ചു കളയണം. സ്തോത്രം. ആമേൻ. പ്രൈസ്. എന്നിട്ട് പറയണം, ആമേൻ. പ്രൈസലോട് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞതുപോലെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ വിട്ടെനിക്കൊരു ജീവിതമില്ല. ഇവിടെ അവൻ തോക്കും, ഇവിടെ പിശാചു തോക്കും. ഈ ഇയ്യോബിനെ കുറിച്ച് പിശാചും ദൈവവും തമ്മിലുള്ള ഒരു കോൺവെർസേഷനകത്ത് അവൻ പിശാചു ദൈവത്തോട് പറഞ്ഞത്, നീ അവരെല്ലാം കൊടുത്തേക്കുന്നത് കൊണ്ടല്ലേ അവൻ നിന്റെ കൂടെ നിൽക്കുന്നേ. നീ അവന് സകലതും വേലി കെട്ടി സൂക്ഷിച്ചേക്കല്ലേ, ആടുമാടുകൾ, മൃഗജാതികൾ, സമ്പത്തുകൾ. അവൻ പ്രൈസലോട് ഹല്ലേലൂയ, 10 മക്കൾ, ഏതും പോരാത്തതിന് ഒരു അടിപൊളി ഒരു ഭാര്യ ഇല്ലയോ? അത് അടിപൊളി ഭാര്യ പറയാൻ കാര്യമുണ്ട് എന്നാ? സ്തോത്രം. എല്ലാം ചത്തിട്ട് ഈ തള്ള ചത്തില്ലെന്ന് മാത്രമല്ല, ആ മനുഷ്യനെ കൊല്ലാതെ കൊല്ലുകയും ചെയ്തു. അതങ്ങനെയാ. സ്തോത്രം. അയ്യോ എൻ്റെ പൊന്ന ആന്റിമാരെ, നിങ്ങൾ പിണങ്ങല്ലേ? ഹല്ലേലൂയ. അവൻ ചിലത് പ്രൈസലോട് നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ചിലതിനെ ശേഷിപ്പോടെ ഇട്ടിരിക്കും എന്ന് മാത്രമല്ല, ഈ ശേഷിപ്പ് നമ്മൾ ചത്താലും ചാകത്തില്ല. കാരണം നമ്മുടെ അനുഗ്രഹം കണ്ടിട്ടേ ഇവൻ ചാകത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ യോബിനോട് പിശാചു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇവന് വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു, അവന് പണമുണ്ട്, ആടുമാടുകളുണ്ട്, മൃഗസമ്പത്തുണ്ട്, അവന് ദാസീദാസന്മാരുണ്ട്, അവന് എല്ലാ സുഖലോലുപതയും ഉള്ളത് കൊണ്ടാണ് അവൻ നിന്നെ തള്ളി പറയാതെ അവൻ നിന്നോട് കൂടെ നിൽക്കുന്നത്. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, അവന്റെ അതിർവരമ്പുകളെ ഞാൻ എടുത്തു തരാം, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ഒക്കെ നീ ചെയ്തോ. പക്ഷേ സകലതും ചെയ്തിട്ടും പ്രൈസ്. ഇയ്യോബിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി അത് പറയാൻ തന്റെ ഇടമുള്ള എത്ര ഇതിനകത്തുണ്ട്? അവൻ തന്നവൻ എടുക്കാൻ അധികാരമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോ ഒന്നും കൊണ്ടൊന്നും അല്ലല്ലോ വന്നത്, ഇവിടെ വന്നപ്പം ദൈവം വല്ലതും തന്നതല്ലേ, ഇത് ദാനമല്ലേ. അതുകൊണ്ട് അവൻ ഇതിന്റെ പേരിൽ നീ അഹങ്കരിക്കരുത്. എനിക്കറിയത്തില്ല ഞാൻ ഇത്രയും പവറായിട്ടൊക്കെ എന്താ ഈ വാക്കുകൾ പറയുന്നതെന്ന്. അവൻ പലതിന്റെയും പ്രശ്നം എന്തെന്നറിയാമോ? ലോകത്തിൽ ദൈവം തന്ന ദാനങ്ങളെ ഓർത്ത് അഹങ്കരിക്കും.
വെച്ചിട്ട് അവൻ തന്നവനിലേക്ക് നോക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. എന്ന പവർഫുൾ വാക്കാല്. യഹോവ തന്നു, യെസ് ആമേൻ. യഹോവ എടുത്തു, യെസ് ആമേൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അവിടെയും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. അവിടെ ഇയ്യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. അവിടെയും ഇയ്യോബ് ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു, നമ്മൾ ഇല്ലായ്മകളെ ഓർത്ത് വിലപിക്കാതെ അവൻ തന്നതിനെ ഓർത്ത് സന്തോഷിക്കണം. അപ്പുറത്തെ വീട്ടിലെ അവൻ അതുണ്ട്, അതിന് നിനക്കെന്നാ? അവനില്ലാത്ത എന്തെല്ലാം നിനക്കുണ്ട്, അതിൽ നീ പ്രശംസിക്ക്, അതിൽ നീ അഭിമാനിക്ക്. സ്തോത്രം, 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 സ്തോത്രം. ഏത് മനുഷ്യനും ഉറച്ചു നിന്ന ഒരു ശ്വാസം, അത്രേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ശുശ്രൂഷ പറഞ്ഞതാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ആമേൻ, ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. ഇത് എപ്പോ വേണമെങ്കിലും ഫ്യൂസ് അടിച്ചു പോകാം. പക്ഷെ തന്ന ദൈവത്തെ കൈവിട്ട് കളയരുത് നീ. സ്തോത്രം, 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 സ്തോത്രം. യോബ് പറഞ്ഞു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ആമേൻ, 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 കുതിരകളില്ലെങ്കിലും ഒട്ടകങ്ങളില്ലെങ്കിലും ദാസീദാസന്മാരില്ലെങ്കിലും പരിചാരകരില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. കാരണം ഞാൻ വന്നപ്പോൾ ഇതൊന്നും കൊണ്ടല്ല വന്നത്. ഇവിടെ വന്നതിന് ശേഷം അപ്പൻ ദാനമായിട്ട് നൽകിയതാ. ഇനി അപ്പച്ച ഇതങ്ങ് എടുത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ന് രാത്രി വേള അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ, സകലതും നഷ്ടപ്പെട്ടാലും സകലതും നിന്നിൽ നിന്നും വിട്ടുപോയാലും എല്ലാം നന്മയും നിന്നിൽ നിന്ന് മാറിപ്പോയാലും, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും നിന്നെ വിട്ട് മാറിപ്പോയാലും അവർ കാണുക ദൈവം നിന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, പോയവരെ നിന്നിലേക്ക് മടക്കി ചേരുമാറാക്കും. ഇത് ദൈവത്തിന്റെ നീതിയാ. ഇത് ദൈവത്തിന്റെ നീതിയാ. സ്തോത്രം. ഈ പരാജയപ്പെട്ടവരെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ടോപ്പിക്കാ. ഞാൻ ഇന്ന് ശ്യാംചാനോട് പറയുമായിരുന്നു, അച്ഛാ, നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കഥ കേൾക്കാനൊന്നും ആരും വരത്തില്ല. സത്യമല്ലേ? നിങ്ങൾ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക. നിങ്ങൾ ദേശത്ത് അത്യാവശ്യം നല്ലൊരു പ്രമാണിയായിരുന്നു, നിങ്ങളുടെ ബിസിനസ് തകർന്നു, കാറ് പോയി, വീട് പോയി, ജപ്തിയായി, നിങ്ങൾ തകർന്ന ഒരു വാടക വീട്ടിൽ കിടക്കുക. ആരെയും നിങ്ങളുടെ വീട്ടിൽ കയറുമോ? അവിടെ നിന്നും നീ കഷ്ടപ്പെട്ട് ആ പഴയ പ്രതാപത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ വീട്ടിൽ ആള് കയറും. എന്നിട്ട് ചോദിക്കും, അച്ഛാ അന്നൊക്കെ എങ്ങനെയായിരുന്നു? നിന്റെ അന്നത്തെ തകർച്ചയുടെ സ്റ്റോറി കേൾക്കാൻ ഇന്നാള് നിന്റെ വീട്ടിൽ വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ തകർന്നിരിക്കുമ്പോൾ ആരും നിന്റെ സ്റ്റോറി അന്വേഷിക്കത്തില്ല. പക്ഷെ തകർച്ചയ്ക്കകത്ത് ആ സ്റ്റോറിയെ മേക്ക് ചെയ്യുന്ന ഒരു സ്റ്റോറി മേക്കറിനെ അന്ന് പകൽവേള ഞാൻ പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും അവൻ കർത്താവ് ഇതൊന്നും കാണുന്നില്ല. എന്നാ കർത്താവ് കണ്ണടച്ചിരിക്കുന്നത്? ആര് പറഞ്ഞു കർത്താവ് കണ്ണടച്ചെന്ന്? കർത്താവ് കണ്ണൊന്നും അടച്ചിട്ടില്ലെന്നേ. അവൻ കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്നേ പടമായി പോയാനേ. പക്ഷെ അവൻ കണ്ണടയ്ക്കാത്തത് കൊണ്ടാ, അവന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് അവൻ നിന്നെ താങ്ങിയത് കൊണ്ടാ, അവന്റെ മഹത്വമുള്ള ഭുജം കൊണ്ട് അവൻ നിന്നെ പിടിച്ചത് കൊണ്ടാ. അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, അവൻ ഹല്ലേലൂയ, സ്വർഗത്തിൽ കയറിയ നീ അവിടെയുണ്ട്. അവൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്. അവൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാൽ അവിടെയുമുണ്ട്. സമുദ്രത്തിന്റെ അടിയിൽ പോയി ഞാൻ പാർത്താൽ അവിടെയും. നിന്റെ കൈ എന്നെ തേടി എത്തുമെങ്കിൽ ഇന്ന് രാത്രി വേള ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, നിന്റെ തകർച്ചയുടെ നടുവിൽ അവന്റെ കരം നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. സഹോദര, സഹോദരി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ആ ഭാഗം ഇങ്ങനെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിന് ശീമോൻ, നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒന്നാമത്തെ എൻകൗണ്ടറിൽ പത്രോസ് അനുഭവിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഒത്തിരി ടെൻഷനുകളുണ്ട്. കാരണം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പം കർത്താവ് പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നാണം കെട്ട് കയറി വരണം. പ്രൈസ് നോക്കണമേ. പക്ഷെ പത്രോസ് ആ നാണക്കേടിനെ ഒരു അഭിമാനമാക്കി എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇൻ കേസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ആ തകർച്ചയ്ക്കകത്ത് നിന്നും പണിയപ്പെടാൻ ആഗ്രഹിക്കപ്പെട്ട ഒന്നാമത്തെ എൻകൗണ്ടർ. പണിയപ്പെടാൻ നിങ്ങൾക്ക് തയ്യാറാണോ?
എൻ്റെ പ്രിയരെ, ഈ പണിയപ്പെടുകയല്ല എപ്പോഴും ഈ പുള്ളി എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ പണിയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടയപ്പെട്ടവർക്കേ അതിൻ്റെ കാര്യം മനസ്സിലാകത്തുള്ളൂ. ബ്രോക്കൺ പീസസ്. ഞാൻ ഇന്നലെയും രാത്രി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ട് ഇങ്ങനെ ആ ഭാഗത്തിൻ്റെ ഒരു സംഭവം പറയാനിടയാ തീർന്നു. സ്തോത്രം. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചു. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ, എങ്കിലും എന്നെ നീ കണ്ടതോ അതതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. എങ്കിലും എന്നെ നീ കണ്ടതോ അതതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം, ഓ നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം. അടുത്ത വരികൾ. ഉടഞ്ഞു പോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ. ആ വരികൾ ഭയങ്കര അർത്ഥവത്താ കേട്ടോ, ഒന്നുകൂടെ പാടിക്കേ. ബ്രോക്കൺ. ഉടഞ്ഞു പോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ട് കിടന്നിരുന്നു. അടുത്ത്. കുശവനെ നിൻ കരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ, വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. കുശവനെ നിൻ കരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ, വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. നീ മാത്രം വളരണം, നീ മാത്രം. ഭയങ്കര ദൈവ സാന്നിധ്യം. നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം. ആ വരികൾ എന്നെ ഭയങ്കരമായിട്ട് ഇന്നലെ രാത്രി 2 മണിക്ക് ഞാൻ പാടി എന്റെ ഊപ്പാട് വന്ന പാട്ടാ. ഉടഞ്ഞു പോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഉപയോഗശൂന്യമായിട്ട്. നോക്കണമേ, നമ്മുടെ വീട്ടിലൊക്കെ മൺചട്ടിയില്ലേ, ആമേൻ, ഇതൊന്ന് ബ്രോക്കണായ ഒന്നിനും കൊള്ളത്തില്ല. അതിനകത്ത് ഇച്ചിരി വെള്ളം എടുക്കാൻ പറ്റുമോ? ഇച്ചിരി ചോറെടുക്കാൻ പറ്റുമോ? പിന്നെ ഏതെങ്കിലും സൈഡിലോട്ട് അതിനെ അങ്ങോട്ട് ഇടും. പക്ഷെ കുശവന്റെ കൈ അതിന്റെ മുകളിലേക്ക് വരുമ്പോൾ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു രൂപത്തിലേക്ക് ദൈവം നിന്നെ പണിത് കൊണ്ടുവരും. ഞാൻ വീണ്ടും പറയുന്നു, നിനക്കൊരു ഷേപ്പ് ഉണ്ടായപ്പോഴാണ് നിന്റെ അമ്മ നിന്നെ കണ്ടത്, അല്ലേ? നിന്റെ ഡെലിവറിക്ക് ശേഷം, ഈ ഡെലിവറി കഴിയുമ്പോഴത്തേന് എനിക്ക് സത്യം പറഞ്ഞ പലയിടത്തും പോകാൻ ഇഷ്ടമല്ല. അമ്മയുടെ കൂട്ടാന്നോ കൊച്ചിരിക്കുന്നേ, അതോ അപ്പയുടെ കൂട്ടാന്നോ? ആരുടെ കൂട്ടായാലും നിങ്ങൾ തന്നെ ചോദിക്കരുത് എന്ന്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്റെ കൊച്ചു അയ്യോ ഇത് അമ്മയുടെ കൂട്ടാന്നോ അപ്പൻ്റെ കൂട്ടാന്നോ, എന്തുപോലെ എങ്ങനെ മനുഷ്യ കൊച്ചല്ലോ, മതിയെന്നേ. സ്തോത്രം. ഇതിനകത്ത് ചോദിച്ച ആരാണ്ടൊക്കെ ചിരിക്കുന്നുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സി, ആ ഒരു മനുഷ്യ കുഞ്ഞായിട്ട് പുറത്ത് വന്നപ്പോഴല്ലേ നിന്റെ ഷേപ്പ് നിന്റെ അപ്പനും അമ്മയും കണ്ടത്. പക്ഷെ നീ ഒരു ഷേപ്പ്ലെസ് ആയിട്ട് ഇരിക്കുന്നതിന് മുൻപേ ദൈവം നിന്നെ കണ്ടു. എന്നാ അല്ലെങ്കിലേ
ദൈവത്തിന്റെ ആ ഒരു സ്നേഹം എന്താ അല്ലേ? ഉടഞ്ഞു പോയ പാത്രമായിട്ടും നീ ഇരുന്ന മിനിറ്റുകൾ, നീ ഇരുന്ന മണിക്കൂറുകൾ, നീ ഇരുന്ന മുറികൾ, നീ ഇരുന്ന കാറിന്റെ അകം എല്ലാം എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മീറ്റിങ്ങിന്റെ ഒരു ഹാഫ് പാർട്ട് കഴിയുന്നതിന് മുമ്പ് ഇതിന്റെ തലം മാറുമെന്ന് എനിക്കറിയാം. സ്തോത്രം. ഉടഞ്ഞു പോയ പാത്രമായിരുന്നതിനെ കർത്താവിന് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എന്താ പണിയപ്പെടുക എന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു വ്യാകുലത ഉണ്ടെങ്കിൽ ഞാൻ അതങ്ങ് തെളിയിച്ചു പറയുകയാണ്. അവൻ ഉടഞ്ഞവനെ പണിയപ്പെടാൻ പറ്റത്തുള്ളൂ, തകർന്നവനെ പണിയപ്പെടാൻ പറ്റത്തുള്ളൂ. മിടുക്കന്മാരെ കർത്താവ് പണിയത്തില്ല. വൈ? അവര് മിടുക്കരാ. എനിക്കെല്ലാം അറിയാം. I am everything. I know everything. I can do everything. ഇങ്ങനെ പറയുന്നവനെ ദൈവം പണിയത്തില്ല. പക്ഷേ കർത്താവേ, എന്നെ നിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു, ഞാൻ ഒന്നുമില്ലായ ഏതുമില്ല എന്ന് സമർപ്പിക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്തിട്ട് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഉടഞ്ഞു പോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരു. ആ വരികളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി പാടിക്കേ. ഉടഞ്ഞു പോയ പാത്രമാണ്, ഉപയോഗം. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനൊരു കാര്യം പറയുന്നു. ഇതിനകത്ത് കുടുംബത്തിനകത്ത് ഉടയപ്പെട്ട ആരൊക്കെയുണ്ട്? സ്വന്തം രക്തബന്ധങ്ങളുടെ വാക്കുകളാൽ ഉടയപ്പെട്ടവർ, സ്വന്തം ബ്ലഡ് റിലേഷന്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിച്ചു, നിന്നെ ഉടച്ച ആരൊക്കെ ഇതിനകത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ആമേൻ. ഇതൊരു വീഡിയോ ആമേൻ റെക്കോർഡ് ചെയ്യുന്ന എനിക്കറിയാം. ഈ ശബ്ദം ഇത് എവിടെ എത്തുന്നോ, ലൈവ് ആണെങ്കിലും അടുത്ത് ടെലികാസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ വാട്ടെവർ എന്തുമായിക്കൊള്ളട്ടെ, ആമേൻ, ഇതിനകത്തൂടെ കേൾക്കാൻ പോകുന്നവരിലേക്ക് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിനകത്ത് ഉടയപ്പെട്ട മേഖലകളിൽ അതിനകത്തിട്ട് ദൈവം നിന്നെ പണിയാൻ പോകുകയാണ്. അതിനകത്തിട്ട് ദൈവം നിന്നെ പണിയാൻ പോകുകയാണ്. ഇന്ന് രാത്രി വേളയിൽ കുശവന്റെ കയ്യിലേക്ക് കയറിയിരിക്കുവാൻ നീ റെഡിയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിന്നോട് ദൂത് വിളിച്ചു പറയുന്നു. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ സഭയോട് ഞാൻ ഇങ്ങനെ ദൂത് വിളിച്ചു പറയുന്നു. ഇതിനകത്ത് ചിലതിനെ കർത്താവ് പണിയും. ഇതിനകത്ത് കർത്താവ് ചിലതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. അവൻ ഒന്നുകൂടെ പറഞ്ഞു, റീബിൽഡ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു പുതിയ പണിക്ക് റീസ്റ്റോറേഷൻ എന്ന് പറയത്തില്ല, ഒരു പുതിയ പണിക്ക് റീബിൽഡിംഗ് എന്ന് പറയത്തില്ല. പക്ഷേ ആമേൻ, വീണ്ടും ഇടിച്ചു പണിയുന്നതിന് റീസ്റ്റോറേഷൻ, റീബിൽഡിംഗ് എന്ന് പറയുമെങ്കിൽ ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ചു പറയുന്നു. ഇതിനകത്ത് ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് റീബിൽഡ് ചെയ്യാൻ പോകുകയാണ്. ആത്മാവിൽ ദൂതിനെ സ്വീകരിച്ചോ, ആത്മാവിൽ ദൂതിനെ സ്വീകരിച്ചോ. അവൻ ഇന്ന് രാത്രി വേളയിൽ നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ചില പണി നടക്കുകയാ. തകരപ്പെട്ടതിനെ നമ്മൾ എപ്പോഴും ഒരു മൂലയ്ക്കോട്ടങ്ങ് മാറ്റിയിടും. നമ്മുടെ വീട്ടിൽ പൊട്ടിയ ചട്ടിയൊക്കെ കാണണമെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാമോ? മതിലിന്റെ സൈഡിലേക്ക് പോയി നോക്കണം. മതിലിന്റെ സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടേക്കും. ഇല്ലെങ്കിൽ കിച്ചന്റെ ഒക്കെ ബാക്കിൽ ആ കിണറിന്റെ ഒക്കെ അപ്പുറത്തോട്ടായിട്ടൊക്കെ മാറ്റി കൂട്ടിയിട്ടേക്കും. ആരും ശ്രദ്ധിക്കത്തില്ല. എന്നാ ഇന്നലകളിൽ എന്തോരം മീൻകറി വെച്ച് തന്ന ചട്ടിയാ. ഇന്നലകളിൽ എന്തോരം സാമ്പാറൊക്കെ വെച്ചതാ. ഇന്നലകളിൽ എന്തോരം പ്രയോജനപ്പെട്ടതാ. ഇന്നലകളിൽ എന്തോരം നീ പ്രയോജനപ്പെട്ടതാ. പക്ഷെ നിന്റെ പ്രയോജനത്തെ പിശാച് തകർത്തുടച്ചിട്ടിരിക്കുകയാ. എനിക്കറിയത്തില്ല, ഞാനിങ്ങനൊന്നും പ്രസംഗിച്ചിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രയോജനകരമായിട്ടുള്ള മേഖലകളെ മുരടിപ്പിച്ച് ഉടച്ച് തകർത്ത് നിന്നെ ഒന്നിനും കൊള്ളാതെ അവൻ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞ് അവൻ നിന്നെ വീട്ടിനകത്ത് നിന്നും കുടുംബക്കാരുടെ അടുത്ത് നിന്നും അവൻ അകറ്റി നിർത്തി, മാറ്റി നിർത്തി. അവൻ പ്രൈസ് സ്നേഹബന്ധങ്ങളിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തിയത് ഇന്ന് രാത്രി വേള ഞാൻ പറയുന്നു, ദൈവത്തിന് നിന്നെ പണിയാൻ വേണ്ടിയാ. അതുകൊണ്ട് ഈ ഒറ്റപ്പെടലുകൾക്ക് ആമേൻ പറയണം. ലോകം മുഴുവനും നിന്റെ കൂടെ ഇല്ലെങ്കിലും അവൻ ലോകത്തെ സൃഷ്ടിച്ചവൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ അപ്പൻ നിന്റെ കൂടെ ഇല്ലെങ്കിലും നിനക്ക് അപ്പനെ തന്ന ദൈവം കൂടെയുണ്ട്. നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഇല്ലെങ്കിലും നിനക്ക് ഭർത്താവിനെ തന്ന ദൈവം കൂടെയുണ്ട്. നിന്റെ മക്കൾ നിന്റെ കൂടെ ഇല്ലെങ്കിലും നിനക്ക് മക്കളെ തന്ന ദൈവം കൂടെയുണ്ട്. യോബേ, അവൻ
അവൻ നിന്റെ ജീവിതത്തിനകത്ത് സകലതും തകർന്നട. ലോകം മുഴുവനും പറഞ്ഞു അവന്റെ പ്രമാണിത്വം പോയി, അവന്റെ അന്തസ്സ് പോയി. ഹല്ലേലൂയ. നോക്കി നിന്ന് പറയുന്ന സഭയെ, അവൻ നോക്കി നിന്ന് പറയുന്ന ജനമേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവൻ he is going to come back again. ഇവൻ തിരിച്ചു വരും, ഇവൻ മടങ്ങി വരും, ഇവൻ തിരിച്ചു വരും. അവൻ പഴയതിനെ കാട്ടിലും മേൽത്തരമായിട്ട് അവൻ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. നീ തകർന്ന മേഖലയിൽ ദൈവം നിന്നെ പണിതെടുക്കാൻ പോകുക. നീ ഉടയപ്പെട്ട മേഖലയിൽ, ഹല്ലേലൂയ, നീ തകരപ്പെട്ട മേഖലയിൽ, നീ ഒന്നുമല്ലാതായെടുത്ത്, നീ ഒന്നുമല്ലാതായെടുത്ത്, നീ ഒന്നുമല്ലാതായെടുത്ത് ആത്മാവിൽ ആരാധിച്ചോ, ആരാധിച്ചോ. Thank you Jesus, thank you Jesus, thank you Jesus. ആത്മാവിൽ ഞാൻ ആത്മാവിൽ സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് കൈമാറുകയാണ്. നീ തകരപ്പെട്ടെടുത്ത പരിശുദ്ധ ആത്മാവ് 9:30 നിൽക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അല്പം മുന്നോട്ട് പോയാലും സാരമില്ല. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, ഇതിനകത്ത് ചിലതിനെ ദൈവം പണിയോ. ഉപവാസത്തിന്റെ 5ാമത് രാത്രി ഈ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു പണി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില വ്യക്തികളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക്, ചില തലമുറകളിലേക്ക്, ഹല്ലേലൂയ, ചില ജനറേഷനുകളെ ദൈവം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഒരാത്മസാന്നിധ്യം ഇതിനകത്ത് നിറയപ്പെടുന്നു. ആത്മാവിൽ പാസ്റ്റർ തലയെ കൈവെക്കാനും നിങ്ങൾ നോക്കിയിരിക്കേണ്ട. ഇതിനകത്ത് ദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. ഇതിനകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. ആത്മാവിൽ ശാരബൽ പ്രൗഢഭാരകൽ കമരെ, അർത്ഥരാധബൽ പ്രൗഢഭാരകൽ കമരെ, ശവരാധകൽ പ്രൗഢഭാരക, അതുരബലബരബൽ പ്രൗഢഭാരകൽ കമരെ, അർത്ഥൽ പ്രൗഢഭാരകൽ കമരെ. ശുദ്ധയാത്മമണ്ഡലത്തിനകത്ത് ചലിക്കട്ടെ. പണി നടക്കട്ടെ. ഇതിനകത്ത് പണി നടക്കട്ടെ. ഇതിനകത്ത് ചില പണികൾ നടക്കട്ടെ. ഇതിനകത്ത് ചില പണികൾ നടക്കട്ടെ. ചിലതിനെ പൊളിച്ചു പണിയുന്നു. ചിലതിനെ പൊളിച്ചു പണിയുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് പിശാച് കൊണ്ടിട്ട് തകർച്ചയെ കർത്താവ് പണിയുക. കള്ള പിശാചേ, നീ സഭയെ തകർക്കാൻ നോക്കിയില്ലേ? നീ കുടുംബങ്ങളെ തകർക്കാൻ നോക്കിയില്ലേ? നീ വ്യക്തി ജീവിതങ്ങളെ, തലമുറകളെ തകർക്കാൻ നോക്കിയില്ലേ? നിന്നെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെട്ടിയിടുകയാ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഒന്ന് സമർപ്പിച്ചു കൊടുത്തതേ ഉള്ളൂ. ഈ സമർപ്പണത്തിനകത്ത് പത്രോസിന്റെ ചരിത്രത്തെ റീറൈറ്റ് ചെയ്യുക കർത്താവ്. ഇനി അടുത്തുള്ളൊരു 3.5 വർഷം എന്ന് പറയുന്നത് പത്രോസിന്റെ ജീവിതത്തിലെ ഗോൾഡൻ പീരീഡാ. സ്തോത്രം. ഞാൻ ആദ്യം പ്രസംഗിച്ചാൽ പറഞ്ഞതുപോലെ ഈ 3.5 വർഷത്തെ സേഫ് സോൺ ആയിട്ടൊന്നും കാണരുത്. ഇനിയും തകരാൻ കിടക്കുന്നേ ഉള്ളൂ. സ്തോത്രം. ഈ 3.5 വർഷം ഇനി പത്രോസ് തല ഉയർത്തിപ്പിടിച്ച ഗലീലയുടെ കടൽ തീരത്ത് കൂടെ നടക്കുന്നത്. ഇന്നലെ വരെ മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട്, മീനിന്റെ മണമുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പത്രോസ് കൊട്ട നിറച്ച് മീനുമായിട്ട് പോയ പത്രോസ് ഇനി നാളെ മുതൽ ബൈബിളും പിടിച്ചോണ്ട് ഇൻഷർട്ടൊക്കെ ചെയ്ത് കർത്താവിന്റെ പുറകെ നടക്കാൻ പോവാ. ഞാനതാ പറഞ്ഞത്, നീ സമർപ്പിക്കപ്പെട്ട നിന്റെ മുഖച്ഛായ അവൻ മാറ്റും. ഒന്നുകൂടെ പറഞ്ഞ, നിന്റെ ഐഡന്റിറ്റി അവൻ മാറ്റും. വച്ചാ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഐഡന്റിറ്റി, സ്തോത്രം, ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനാ ഞാൻ. എനിക്ക് എപ്പോഴും അഭിമാനമാണ്. എൻ്റെ അപ്പൻ ഇപ്പോഴും അധ്വാനിച്ചാ ജീവിക്കുന്നേ. സ്തോത്രം. പക്ഷേ ഒരു 10 പേരുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോഴത്തേനെ എൻ്റെ കുടുംബ പേര് പറഞ്ഞല്ല എന്നെ ഹോണർ ചെയ്യുന്നത്.
കർത്താവിൻ്റെ ദാസൻ. ഈ വചനം എടുത്തതിൻ്റെ പേരാ ഹോണറിങ്. നിന്റെ ഐഡന്റിറ്റി മാറ്റാൻ ഈ വചനത്തിന് പറ്റും. നിന്റെ ഹിസ്റ്ററി മാറ്റാൻ ഈ വചനത്തിന് പറ്റും. നിന്റെ പഴയകാല ജീവിതത്തിലെ പാപത്തെ തുടച്ചു നീക്കുവാൻ ഈ വചനത്തിന് പറ്റും. എടാ, ഇന്നലത്തെ തെറ്റുവച്ചല്ലേ ഇന്നും നിന്നെ മനുഷ്യൻ അളക്കുന്നത്. നമ്മൾ ക്രമീകരിക്കപ്പെട്ടിട്ടും നമ്മളെ കുറ്റം വിധിക്കുന്നവരില്ലേ? തെറ്റുപറ്റാത്ത ആരാ? എല്ലാവർക്കും തെറ്റുപറ്റും. മനുഷ്യനാ, ഇല്ലേ ദൈവമായിട്ട് ജനിക്കണം, കർത്താവായിട്ട് പറ്റത്തില്ല. തെറ്റുപറ്റിപ്പോകും നമ്മുടെ ജീവിതത്തിൽ, പാപം സംഭവിക്കാം. പക്ഷെ നീ ദൈവത്തോടും മനുഷ്യനോടും നിരപ്പ് പ്രാപിച്ച പിന്നെ എന്തിനാ മനുഷ്യൻ നിന്നെ നോക്കി വിരൽ ചൂണ്ടുന്നേ? അപ്പൊ ആരാ തെറ്റുകാരൻ? അവനാ. നിന്നെ ഇന്നും കുറ്റം വിധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ സ്വർഗം ഇറങ്ങാൻ പോവുക. സ്വർഗം ഇറങ്ങും. സ്വർഗം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ. സ്തോത്രം. പത്രോസിന്റെ ഐഡന്റിറ്റി മാറ്റി മക്കളെ. പത്രോസിന്റെ മുഖച്ഛായ മാറ്റി. സ്തോത്രം. ഇന്നലെ വരെ കുളിച്ചില്ലേലും പുള്ളി കടലിൽ പോകും. ഇനി കുളിക്കാതെ കർത്താവിനോട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു പേഴ്സണാലിറ്റി ദൈവം അവന് കൊടുത്തു. വൈ? അവന്റെ പടകം വിട്ടുകൊടുത്തോണ്ടാ. നിന്റെ വീട് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഈ ഹൃദയം അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാണോ? ഇതിനകത്തുള്ള അസൂയയും കുശുമ്പും എല്ലാം അവിടെ കയറ്റി വെച്ച് ഇതങ്ങ് നശിപ്പിച്ച് കളയാതെ ഇതിനകത്ത് യേശുവിനെ കയറ്റ്. മറ്റുള്ളവരോടുള്ള വിദ്വേഷവും പകയും എന്തിനാ പകയ്ക്കുന്നത്? നീ എന്തിനാ പകയ്ക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ മനുഷ്യനോട് പിണങ്ങിയിരിക്കുന്നത്, മാസങ്ങളും വർഷങ്ങളും പിണങ്ങിയിരിക്കുന്നവർ എൻ്റെ കുടുംബത്തിൽ ഇന്നും ഉണ്ട്. ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇരിക്കരുത്, അങ്ങനെ ഇരിക്കരുത്. അവരും കർത്തൃമേശ എടുക്കുന്നവരാ. പിന്നെ എന്തോ ഇവർ നിരപ്പ് പ്രാപിച്ച? ഞായറാഴ്ച കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് ഓരോ സാക്ഷ്യം പറയും. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവനായി ഞാനിതിൽ കൈ നീട്ടുന്നു. എന്നാ കുറ്റമറ്റ? ഒരു കുറ്റമറ്റതുമല്ല. പാപം ചെയ്യുമല്ലേ? സ്തോത്രം. പ്രിയരെ, ഈ ഹൃദയത്തിനകത്ത് ഉള്ള വെറുപ്പും വിദ്വേഷവും പകയും, അവളെൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നില്ല, അതുകൊണ്ട് ഞാനും പോകുന്നില്ല. നീ പോയില്ലേ? ആർക്ക് പോയി? നിനക്ക് പോയി. കർത്താവിന് കാണ്ട് മൈൻഡ് ചെയ്യൂ. കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ഒരു വീട്ടില് ഒരച്ഛൻ, അവര് അല്പം പോട്ടിയാ. രാത്രി ആരാനും പുള്ളി എന്നെ വിളിച്ചു. നല്ലൊരു സ്നേഹമെന്ന് ഞാൻ തമ്മിലുണ്ട്. അത് ഞാൻ പ്രതിഷേധം അറിയിച്ച. ഞാൻ പറഞ്ഞ, അച്ഛൻ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞാൽ ഇതും കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയെല്ലാം കൂടെ ചർച്ച ചെയ്ത കാര്യമല്ലോ. ഇയാളുടെ വിശുദ്ധ ജീവിതം പോയി. ഞാൻ ആ ടോപ്പിക്ക് വിട്ടു അവിടെ. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം പോവും. ഞാൻ ആ ചർച്ചയിലെ പാസ്സായിരുന്നെങ്കിൽ ഞാൻ പറയേണ്ടതുപോലെ ഞാൻ പറഞ്ഞേനെ. ഞാൻ അവിടുത്തെ ഒരു വിശ്വാസിയാണ്. ഞാൻ പറഞ്ഞത്, ഈ ഉള്ള വെറുപ്പും വിദ്വേഷമൊക്കെ മനസ്സിൽ വെച്ചിട്ട് നാളെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഭാര്യ ഒന്ന് വിളിക്കുമ്പോഴത്തേന് കാറ്റ് പോയി കടന്നു കഴിഞ്ഞാൽ നീ നിത്യതയെ പോവോ? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പുള്ളി എന്ന് വന്നാലും മരണത്തെക്കുറിച്ച് പിന്നെ എന്താ ജീവിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? മരിച്ചേ പറ്റൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടുത്തെ മരണത്തെക്കുറിച്ചുള്ള നിത്യതയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേന് ഒരു അമ്മാമ്മ ബാക്കിൽ കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് അറിഞ്ഞത് അമ്മച്ചിക്ക് മരണത്തെ പേടിയാ. സ്തോത്രം. മരണത്തിന്റെ പാട്ട് പോലും പേടിയാ അമ്മച്ചിക്ക്. പൊന്നുമോനെ, ഞാൻ പറഞ്ഞോടാടാ. സ്തോത്രം. ആമേൻ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്തെന്നറിയാവോ? നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് പ്രസാദകരമുള്ള ഒരു ആലയമാക്കി ഇത് മാറ്റണം. ഇതിൽ കളങ്കം ഉണ്ടാകരുത്, കള്ളത്തരം ഉണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്, പകയുണ്ടാകരുത്. ഇനി അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അതും പറഞ്ഞുതരാം. 15 കൂട്ടം കാര്യങ്ങൾ ഗലാത്യ ലേഖനത്തിലുണ്ട്. ഒന്നൊന്നായിട്ട് പറയട്ടെ. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. 15 കൂട്ടം കാര്യങ്ങൾ. ഇനി ഈ 15 കൂട്ടം കാര്യങ്ങളെ ജയിക്കാൻ തൊട്ട് താഴെ 9 കൂട്ടം കാര്യങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാ? സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വസ്തത. എന്നെ ഒരു തെറ്റിക്കല്ലേ?
വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, 9 കൂട്ടം കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പൊന്നെ, സ്നേഹത്തെ വിദ്വേഷം കൊണ്ട് ആമേൻ തോപ്പിക്കാൻ പറ്റത്തില്ല, സ്നേഹത്തെ സ്നേഹം കൊണ്ടേ തോപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി പക കൊണ്ട് തോപ്പിക്കാൻ പറ്റത്തില്ല, പകയും സ്നേഹം കൊണ്ടേ തോപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ആമേൻ ആ അച്ഛൻ നിന്നോട് വിദ്വേഷം കൊണ്ടേ വന്നില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി 5 പൊറോട്ട അധികം കഴിക്കണം. അവൻ പൊറോട്ട മേടിച്ച് മുടിയണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അച്ഛാ നല്ല പൊറോട്ടയായിരുന്നു, അടുത്ത പ്രാവശ്യം ഈ പൊറോട്ട തന്നെ മേടിക്കണമെന്ന് പറഞ്ഞു. പുള്ളി അത് പേടിച്ച് അടുത്ത ദിവസം നിന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? സ്നേഹം കൊണ്ടേ ഈ ലോകത്തൊരു സാമ്രാജ്യം പടുത്തുയർത്താൻ പറ്റത്തുള്ളൂ. എൻ്റെ കർത്താവിന് ആമേൻ വലിയ പടയാളികളെ കൊണ്ട് വേണമെങ്കിൽ പീലാത്തോസിൻ്റെ പടയാളികളെ വെട്ടിയിടാനുള്ള കരുത്തുണ്ട്. പക്ഷെ സ്നേഹം കൊണ്ട് സാമ്രാജ്യം പണിതവനാ എൻ്റെ കർത്താവ്. ഓ, സ്നേഹം കൊണ്ട് സാമ്രാജ്യം പണിതെൻ്റെ കർത്താവ്. താഴോട്ട് വരുമ്പോൾ ഞാൻ പറയാം. എനിക്ക് 9 വരെ സമയം തന്നേക്കുന്നത്. എനിക്കിവിടുന്ന് 70 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എൻ്റെ വയ്യാത്ത ശരീരം വെച്ചുകൊണ്ട് പോകണം. എന്നാൽ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയാലും നിങ്ങൾ അത്യാവശ്യം ആയാലുണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ട് വണ്ടി വിടുമായിരിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് രാത്രി വേളയിൽ ആമേൻ ചില മേഖലകളിൽ ക്രമീകരിക്കപ്പെട്ട് നിങ്ങൾ പോകാവൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഏൽപ്പിക്കപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം പണിയും. പക്ഷെ പണി പൂർത്തീകരിക്കപ്പെടുന്നത് നിന്റെ സഹകരണം പോലിരിക്കും. നമ്മൾ സഹകരിക്കാതെ ഇതിനകത്ത് പണിയൊന്നും നടക്കത്തില്ല. ഇതിനകത്ത് പണിയപ്പെടണമെന്നുണ്ടെങ്കിൽ സ്തോത്രം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, നമുക്ക് ഭൂമിയിൽ ഏകദേശം 3 സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പാർപ്പിടങ്ങളാണ് ഒരു ഭൂമിയിൽ വരുന്ന സമയം മുതൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്ന്, എനിക്കിനി ആ പാർപ്പിടത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഒന്നാമത്തെ പാർപ്പിടം സ്നേഹസമ്പന്നയായ എൻ്റെ അമ്മയുടെ ഉദരം. സ്തോത്രം. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ സേഫായിരുന്നു. ടെൻഷനില്ല, സങ്കടമില്ല, കരച്ചിലില്ല. ബ്യൂട്ടിഫുൾ. ഒന്നാമത്തെ പാർപ്പിടം അവിടെ കൊണ്ട് കഴിഞ്ഞു. എൻ്റെ 2ാമത്തെ പാർപ്പിടത്തിൽ ഞാനിപ്പം താമസിക്കുന്നത്. സ്തോത്രം. ഈ 2ാമത്തെ പാർപ്പിടം വിട്ട് ഇനി 3ാമത്തൊരു പാർപ്പിടത്തിലോട്ട് ഞാൻ പോകാൻ പോവുക. ഈ 1ഉം 2ഉം പാർപ്പിടങ്ങൾ ദൈവത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. 3ാമത്തതും പരിധിയിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം 2ാമത്തെ പാർപ്പിടത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കാണ്. മനസ്സിലായില്ലല്ലേ? ഈ 2ാമത്തെ പാർപ്പിടത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇനി 3ാമതൊരു പാർപ്പിടമുണ്ട്, നരകവും സ്വർഗവും. ഇത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കാണ്? നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഇതിൻ്റെ പറയുന്ന പേരാ പണി. സ്തോത്രം. നമ്മൾ പണിയപ്പെടാൻ റെഡിയാണെങ്കിൽ 3ാമത്തെ പാർപ്പിടം ദൈവം സ്വർഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് വിഷയത്തിലോട്ട് വരട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ 2ാമത്തെ ആമേൻ പ്രൈസ് ഭാഗത്തിലേക്ക് പോവുകയാണ്. ആമേൻ, പത്രോസിൻ്റെ 2ാമത്തെ എൻകൗണ്ടർ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 1ാമത്തതിനകത്ത് പത്രോസ് പണിയപ്പെട്ടു, പത്രോസ് ശിഷ്യനായി. അത് വിവരിക്കുന്നില്ല, അത് ഒത്തിരി വിവരിക്കാനുള്ള ഭാഗമാണ്. പക്ഷെ വിവരിക്കുന്നത് എൻ്റെ പ്രസംഗത്തിൻ്റെ മെയിൻ ആമേൻ കാതലായ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. അതുകൊണ്ട് വായിക്കാം. ലൂക്കോസ് 22:54 മുതൽ വായിച്ചോ. ലൂക്കോസ് 22:54. ആമേൻ. ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. അവൻ തീവെട്ടത്തിന് അടുക്കെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ട് അവനെ ഉറ്റുനോക്കി, ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാൻ അല്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 മണി നേരം കഴിഞ്ഞപ്പോൾ വേറെ ഒരുവൻ, ഇവനും അവനോട് കൂടെ ആയിരുന്നു, സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂവി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. മതി. പത്രോസിന്റെ 2ാമത്തെ എൻകൗണ്ടർ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ്
പത്രോസിനെ ഒന്ന് നോക്കി. ഈ നോട്ടത്തിനാണ് സത്യം പറഞ്ഞാൽ ഞാനും കരഞ്ഞു പോയത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരൊറ്റ വാക്യം വായിച്ച ഇന്നലെ 3-4 മണിക്കൂർ ഭയങ്കരമായിട്ടങ്ങ് ഇരുന്ന് പോയി. ഇപ്പോഴും വിളിച്ച് ആ ദൈവാസം പറഞ്ഞു, അച്ഛാ ഇന്നലെ രാത്രിയിലെ നമ്മുടെ ഇരിപ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി ഇരിക്കണം. സ്തോത്രം. അപ്പോൾ കർത്താവ് തിരിഞ്ഞു, പത്രോസിനെ ഒന്ന് നോക്കി. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധേയമായിട്ടൊന്ന് ചിന്തിക്കണം. 3.5 വർഷക്കാലം യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പത്രോസ്, കാനാവിലെ കല്യാണത്തിൻ്റെ അത്ഭുതം മുതൽ ഗദസമന തോട്ടത്തിൽ പടയാളിയുടെ കഴുത്ത് വെട്ടാൻ പോയപ്പം കാതറുത്ത് താഴെ വീണപ്പോൾ എടുത്ത് ഒട്ടിച്ചു വെച്ച അത്ഭുതം വരെ കണ്ണാലെ കണ്ട പത്രോസ്. ഒരൊറ്റ അത്ഭുതം അവൻ മിസ് ചെയ്തിട്ടില്ല. യായിറോസിൻ്റെ വീട്ടിനകത്ത് ബാല ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടെ അവനുണ്ടായിരുന്നു. മറുരൂപമലയിൽ 2 കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളായ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം. പക്ഷേ എൻ്റെ പ്രിയരെ, ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും ഒരൊറ്റ നിമിഷത്തേക്ക് എൻ്റെ യേശു കർത്താവിനെ പത്രോസ് തള്ളി പറഞ്ഞു. ഈ നമ്മൾ തള്ളിപ്പറയുക എന്നൊക്കെ പറയുമ്പോഴത്തേന്, സ്തോത്രം, അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പറയും, ഞാൻ യേശുവിനെ തള്ളിയൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എന്നാ ഞാൻ കർത്താവിന് വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അതൊന്നും അല്ല ഇന്നത്തെ വലിയ കാര്യം. നീ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഫോണിൽ കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. നിന്റെ പ്രാർത്ഥനാ സമയത്ത് നീ വ്യർത്ഥ സംസാരത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. നീ ആരാധന മുടക്കി ആമേൻ അച്ചാച്ചൻ്റെ കൊച്ചുമോടെ നൂലുകെട്ടിന് പോകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ഇല്ലയോ വെച്ചാ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാ. ആരൊക്കെയോ പിണങ്ങി എന്നോട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെ നിങ്ങൾ കൊടുക്കാതെ ലോകത്തിലെ വ്യക്തികൾക്കും മനുഷ്യർക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറയുന്നവരാണ്, ഞാനായാലും നിങ്ങളായാലും. സ്തോത്രം, 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 പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, പത്രോസിന്റെ ജീവിതത്തിനകത്ത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഇന്നലെ രാത്രി ഒരു ഭാഗം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഈ ഒരു കല്ലേറു ദൂരം മാറി കർത്താവിരുന്ന് പ്രാർത്ഥിച്ചു. ഈ കല്ലേറു ദൂരത്തിന് വേറൊരാളുടെ ഒരു ചിന്ത ഞാൻ കടമെടുക്കുക. എന്തോ ഈ കല്ലേറു ദൂരം? ഞാൻ ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം വരെ പോകും. ഇത് എവൻ്റെ ഒരു കല്ല് കൊടുത്തേ, അവൻ്റെ പേരെന്നാടാ? അഭിലാഷ്. അഭിലാഷ് ഒരു കല്ലെറിഞ്ഞ് അവിടെ വരെ പോകും. ഞാൻ എറിയുന്നത് 100 മീറ്റർ പോയെങ്കിൽ അഭിലാഷ് എറിയുന്നത് 10 മീറ്ററേ പോകത്തുള്ളൂ. ഈ കല്ലേറു ദൂരം മാറിയിരുന്ന് കർത്താവ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇത് ഒരു ഏറ് ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രാപ്തി 100 മീറ്ററാണ്, അഭിലാഷിൻ്റെ പ്രാപ്തി 10 മീറ്ററാണ്. എൻ്റെ പ്രാപ്തി അവസാനിക്കുന്ന ഇടത്ത് ദൈവം പ്രവർത്തിക്കും. സ്തോത്രം, മനസ്സിലായില്ല? ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു പ്രാപ്തിയുണ്ട്, അത്രയും ദൂരത്താണ് എൻ്റെ കർത്താവ് ഇരിക്കുന്നത്. അത് ഓരോരുത്തർ ആമേൻ പ്രൈസ് ഓരോരുത്തർ ഓരോ രീതിയില്ല. ആമേൻ പ്രൈസ്. എൻ്റെ പ്രാപ്തി അവസാനിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കും. ഞാൻ ഇന്ന് രാത്രി വേളയിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങളുടെ സാധ്യതകൾ മുഴുവനും അസ്തമിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ കരം ഓപ്പൺ ആകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആമേൻ പ്ലാനുകൾ ആമേൻ അവസാനിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ കരം ഓപ്പൺ ആകും. ഇന്ന് രാത്രി വേള ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, ആമേൻ പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എൻ്റെ പ്ലാനുകൾക്ക് വിരാമം എത്രയും പെട്ടെന്ന് ഇടണം. ദൈവത്തിന്റെ പ്ലാൻ എൻ്റെ മേൽ വന്നു ഭവിക്കണം.
വിഷയത്തിലേക്ക് മടങ്ങി വരാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്ത് ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് പത്രോസിനോട് ആമേൻ യേശു കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ആമേൻ, നിനക്ക് വേണ്ടി മരിക്കാനും വേണ്ടി നിൽക്കുന്ന ഞാനോ നിന്നെ തള്ളി പറയുന്നത്? കർത്താവ് പോയി പണി നോക്ക്, ഞാൻ തള്ളി പറയത്തില്ല. പക്ഷേ ആമേൻ, പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ആമേൻ, അവിടെ മറ്റൊരു ദൂത് കൂടെ ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗെത്സമനിയുടെ മണ്ണിൽ വെച്ച് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പിടിക്കാൻ വന്ന പടയാളിയെ ആമേൻ, പ്രൈസ്, വാൾ ഉറയിൽ നിന്ന് ഊരി വെട്ടുന്ന പത്രോസ്, ആമേൻ, അവന്റെ വാൾ തെന്നിമാറി എവിടെ കൊണ്ടു? ആമേൻ, ചെവിയിൽ കൊണ്ട് കാതറുത്തു തറയിൽ വീണു. നോക്കണമേ, എൻ്റെ യേശു കർത്താവിൻ്റെ ഒരു കൺസേണിനെ കുറിച്ച് ഞാൻ പറയുക. എൻ്റെ യേശു കർത്താവിൻ്റെ ഒരു കൺസേൺ, ആമേൻ, പ്രൈസ്, മരിക്കാൻ വേണ്ടി കർത്താവ് പോവുകയാണ്. പക്ഷേ ആമേൻ, യേശു കർത്താവ് ആ അത്ഭുതം ഒരു പക്ഷേ അച്ഛ ചെയ്തില്ല എങ്കിൽ, ആ കാതെടുത്ത് ആ മനുഷ്യനെ ആമേൻ ക്യൂർ ആക്കിയില്ല എങ്കിൽ, ആമേൻ, യേശു കർത്താവിൻ്റെ കൂടെ പത്രോസിനെയും വിലങ്ങു വെച്ച് ആമേൻ പീലാത്തോസിന്റെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കോടതിയിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ, പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, കൂടെ നിൽക്കുന്നവനെ കുറിച്ചുള്ള കൺസേൺ എത്ര വലുതാ. അതുകൊണ്ട് അവൻ അകത്തു പോകാതിരിക്കാൻ അവിടെയും അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് ഇന്ന് രാത്രി വേള ഞാൻ ഒരു ദൂത് വിളിച്ചു പറയട്ടെ. ആമേൻ, നിന്റെ സാധ്യതകൾ അസ്തമിക്കുന്ന ഇടത്ത് നിന്നെ കുറിച്ച് കൺസേൺ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, നിന്റെ പ്രതിസന്ധിക്കകത്ത് നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ, യേശുവിന്റെ നാമത്തിൽ എനിക്ക് ആ ഭാഗത്തിലേക്ക് ആമേൻ വരാൻ പറ്റുന്നില്ല. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വാക്ക് അപ്പോൾ കർത്താവ് പത്രോസിനെ തിരിഞ്ഞ് ഒന്ന് നോക്കി. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കൈമാറുന്നൊരു നോട്ടമാണ്. രണ്ടാമത്തെ എൻകൗണ്ടർ ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ എന്നാ ഈ പറയുന്നത്? എനിക്ക് ആ പുള്ളി അറിയത്തില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. സ്തോത്രം, ഞാൻ കണ്ടിട്ട് പോലുമില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, കർത്താവേ, നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ റെഡിയാ എന്ന് വാദോരാതെ പറഞ്ഞ പത്രോസ്, ഐ ഡോണ്ട് നോ ഹൂ ഈസ് ക്രൈസ്റ്റ്. എനിക്ക് യേശുവിനെ അറിയത്തില്ല. ഒരു പെങ്കൊച്ചു പറഞ്ഞു, പിന്നെ 2 പേര് പറഞ്ഞു, നിങ്ങൾ എന്നെ ഭോഷത്തരമായി പറയുന്നേ, അതാരാ? സ്തോത്രം. ഞാൻ എൻ്റെ ഒരു ചിന്ത അങ്ങ് പറയുക. 2 ദിവസം മുമ്പ് കർത്താവ് കൊടുത്ത വാച്ച് അവൻ്റെ കൈ കാണും, ഗിഫ്റ്റ് കൊടുത്തത്. അതുകൂടെ കൈ കെട്ടിയിട്ട് അവൻ പറയുന്നേ. കർത്താവ് കൊടുത്ത എന്തെല്ലാം നന്മകൾ ഈ പത്രോസിൻ്റെ കാണാം. സ്തോത്രം. ടാക്സ് കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ട് അവിടെ അത്ഭുതം പ്രവർത്തിച്ച് ഇവന്റെയും കർത്താവിന്റെയും ടാക്സ് കൂടെ ഒരുമിച്ച് അടയ്ക്കാൻ വേണ്ടി കാശ് കൊടുത്തതാ. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? അതിനെക്കാട്ടിലും എന്തുമാത്രം അത്ഭുതങ്ങൾ കണ്ട പത്രോസാ. എനിക്ക് യേശുവിനെ അറിയത്തില്ല. പക്ഷേ ഈ മൂന്നാമത്ത് പറഞ്ഞു തീർന്നതും യേശു കർത്താവ് ഇങ്ങനൊരു നോട്ടം. ഈ 2 കണ്ണുകൾ തമ്മിൽ ഒരു ഭയങ്കര കമ്മ്യൂണിക്കേഷൻ. ഇതെൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ കരയിപ്പിച്ചൊരു ഭാഗമാണ്. ഇനി എന്തുവാന്ന് ഞാൻ പറയാം. ആ കമ്മ്യൂണിക്കേഷനകത്തൂടെ കൈമാറുന്ന കാര്യങ്ങൾ എന്തോന്ന് ഞാൻ പറയാം. പത്രോസേ, സാരമില്ല, നിന്റെ സാഹചര്യം കൊണ്ടല്ലേ നീ എന്നെ തള്ളിപ്പറഞ്ഞ്, സാരമില്ല. പക്ഷെ ഒരു കാര്യം, നീ എന്നെ വിട്ടിട്ട് പോകരുത്. നീ എൻ്റെ ആടുകളെ മേയ്ക്കണം. ഞാൻ കഴിഞ്ഞ നീ അടുത്ത പോപ്പ്, നീ കാര്യങ്ങൾ ചെയ്യണം. ആ സാരമില്ല എന്ന് പറയുന്ന യേശുവിൻ്റെ എന്നെ തകർത്തതാച്ചാ. ഈ വാക്യം എന്നെ ഉടച്ചതാച്ചാ. എൻ്റെ വീട്ടിൽ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, എൻ്റെ കസാരയിലിരുന്ന്, എൻ്റെ ടേബിളിൽ ബൈബിൾ വെച്ചിട്ട് ഞാൻ കമന്നിരുന്ന് മണിക്കൂറുകൾ കരഞ്ഞ വാക്യം വെച്ചാ ഇതെവിടെ നിന്നും കോപ്പി അടിച്ചതല്ല. എൻ്റെ പ്രാർത്ഥനാ മുറി ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന സാധനമാണ്. ഈ വചനം എന്നോട് സംസാരിച്ചതാ. സോജ, സാരമില്ലടാ, സ്റ്റിൽ ഐ ലവ് യു. എൻ്റെ കർത്താവിനോട് പറഞ്ഞതാ. ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് പറയുക, ജീവിതത്തിനകത്ത് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, മോളെ, എനിക്ക് നിന്നെ ഇഷ്ടമാടാ. കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടും വിശ്വാസവഞ്ചന കാണിച്ചവന്റെ മുഖത്ത് നോക്കി സാരമില്ല എന്ന് പറയണമെങ്കിൽ എൻ്റെ യേശു ആരാ?
അവനെപ്പോലെ ആരേലും ഉണ്ടോ ഈ ലോകത്ത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ കുടുംബജീവിതങ്ങൾ തകർക്കുന്ന തലമുറകളുടെ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ എന്നാ പറയുന്നേ സിമ്പിൾ മാറ്റേഴ്സിന്റെ പേരിൽ കുടുംബജീവിതങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ യേശു കർത്താവ് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുവാ, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു തരാം. ഇറ്റ്സ് ഓക്കെ. ആര് പറയും നിന്നോട് ഇറ്റ്സ് ഓക്കെ എന്ന്? എൻ്റെ യേശു അല്ലാതെ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. ഞാൻ അകന്നു പോയപ്പോഴും എന്നെ അകലാത്തൊരു കർത്താവ്. ഞാൻ അകന്നു പോയപ്പോഴും എൻ്റെ കൂടെ നിന്നെൻ്റെ കർത്താവ്. പത്രോസേ, കുഴപ്പമില്ലടാ, സാരമില്ലടാ, ഞാൻ ക്രൂശിൽ കയറിയിട്ട് തിരിച്ചു വരുമ്പോഴേ എന്നെ സ്വീകരിക്കാൻ നീ വന്നാൽ മതി. പക്ഷെ നീ പഴയ വള്ളം എടുക്കരുത് കേട്ടോ, പഴയ വല എടുക്കരുത്. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നു എന്നിൽ നീ. എത്ര ദൂരം എന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്ന്. കർത്താവ് പോയിട്ടില്ല. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും കാരിരുമ്പാണി അല്ല യേശുവേ, നാശത്തിനായോരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോധ. ക്രൂശിൽ കിടക്കുന്ന കർത്താവിന് കാരിരുമ്പാണി അല്ല വേദന. എന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് അവൻ വീണ്ടും വള്ളം എടുക്കാൻ പോകുമെന്ന എന്റെ കർത്താവിന്റെ കൺസേൺ. ക്രൂശിൽ കിടക്കുന്ന കർത്താവിന് അവരടിച്ച 39 അടിയല്ല അവന് വേദന. അവന്റെ തലയിൽ വെച്ച മുൾക്കിരീടമല്ല അവന് വേദന. അവന്റെ മുഖത്ത് നിന്നും താടിരോമങ്ങൾ നാണയത്തുട്ടുകൾ വെച്ച് പറിച്ചെടുത്തതല്ല അവന്റെ വേദന. എന്റെ പൊന്നു പത്രോസ് എന്നെ വിട്ടു പോകുമോ എന്ന എന്റെ കർത്താവിന് വേദന. ഇന്ന് പകൽ വേളയിൽ ഹൃദയത്തിനകത്ത് ആഴത്തിനൊരു കുത്തുവരട്ടതിന്റെ അവൻ പാപം ചെയ്യാൻ ഇനി ഓങ്ങുമ്പോൾ യേശുവിന്റെ ക്രൂശ് മരണം നിന്റെ ഹൃദയത്തിനകത്തുണ്ടാകണം. തിരിഞ്ഞു നോക്കിയ പത്രോസ് അതിദുഃഖത്തോടെ അവൻ കരഞ്ഞു. അവൻ തകർന്ന് തരിപ്പണമായി. ലോകത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിട്ട് അവൻ നിൽക്കുക. നടുമുറ്റത്തിന്റെ അടുക്കൽ നിൽക്കുന്ന പത്രോസ്, അവൻ ഇനി എനിക്ക് സാധ്യതകളില്ല. അവൻ പ്രൈസ് ദി ലോർഡ്. പ്രാഗൽഭ്യമുണ്ടായിരുന്നെങ്കിൽ സുവിശേഷ വേല ചെയ്ത് ജീവിക്കാമായിരുന്നു. ഇനി പ്രാഗൽഭ്യവുമില്ല. അവന്റെ നോട്ടത്തിന്റെ മുൻപിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പത്രോസ് ഇനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ എൻകൗണ്ടറിൽ തകർന്നു നിൽക്കുന്ന പത്രോസ്, ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു. ആ നോട്ടവാ. ഇതെത്രയും വിചിത്രമേശു രക്ഷക. ഇത് നിങ്ങളുടെ അനുഭവ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം
കാത്തു നിന്നെന്നെ നീ. ഒരു പ്രാവശ്യം കൂടെ. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു. നമ്മൾ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് മാറിപ്പോകുമ്പോഴും കർത്താവ് സ്റ്റിൽ there standing for you. അവൻ നിന്നെ നോക്കി നിൽക്കുക, അവിടെ നിന്ന് നോക്കുക. എൻ്റെ കുഞ്ഞെങ്ങാനും തെറ്റിപ്പോകുന്നുണ്ടോ? എൻ്റെ മോള് തെറ്റിപ്പോകുന്നുണ്ടോ? എൻ്റെ മോൻ വഴി തെറ്റിപ്പോകുന്നുണ്ടോ? മക്കളെ, യേശുപ്പായോട് ചേർന്ന് നിൽക്കണം കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, ഇതിനകത്തിരിക്കുന്ന യുവജനങ്ങളോട്, കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, ചങ്ക് തകർക്കേണ്ടി വന്നാലും യേശുവിന് വേണ്ടി ചങ്കോടെ നിൽക്കണം, ചങ്കൂറ്റത്തോടെ നിൽക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആ കാൽവറി, നമ്മൾ VBSനൊക്കെ വിളിക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്, കാൽവറി കുന്നിൽ കൊളുത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തും ദീപം, ഇന്നും നാളെയും കത്തും ദീപം, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അത് തലമുറ തലമുറ കൈമാറും. സ്തോത്രം, സ്തോത്രം. എൻ്റെ പിതാക്കന്മാർ എനിക്ക് കാണിച്ചു തന്നത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, കാറിനകത്ത് വരുന്ന അഭിഷേകമല്ല, വലിയ വീട് കിട്ടുന്ന അഭിഷേകമല്ല. ഇതൊക്കെ ദൈവം തരും, ഇത് നല്ലത്, ലഭിച്ചാൽ വാങ്ങിച്ചോ, അനുഗ്രഹമാ. പക്ഷേ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് നിന്റെ അകത്ത് കയറിയാൽ കാറും വീടും സമ്പത്തുമൊന്നും നിന്നെ ഇവിടെ ഭ്രമിപ്പിക്കുകയില്ല. നിന്റെ വെളിപ്പാട് നിത്യതയെക്കുറിച്ചായിരിക്കും. ആ ക്രിസ്തുവിനോടുള്ള ആഴമാർന്ന സ്നേഹമായിരിക്കും നിന്റെ അകത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ എൻകൗണ്ടറിലേക്ക് ഞാൻ വരികയാണ്. കർത്താവിന്റെ നോട്ടത്തിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. പത്രോസേ, ഒന്ന്, സാരമില്ലടാ, കുഴപ്പമില്ല, പക്ഷേ നീ എന്നെ വിട്ടു പോകരുത്. രണ്ടാമത്തെ പറഞ്ഞതാ, ഇതൊന്നും ബൈബിളിൽ ചെന്ന് തപ്പരുത്, എൻ്റെ പ്രാർത്ഥന പറഞ്ഞ് എനിക്ക് കിട്ടിയ കാര്യമാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, നീ എനിക്ക് വേണ്ടി ഇനിയും പ്രയോജനപ്പെടണം. എൻ്റെ സുവിശേഷത്തെ നീ ലോകമെന്നും ഘോഷിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചോ. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസ്, എണ്ണിക്കോണം ഈ ആൾക്കാരുടെ എണ്ണം: 1, 2, ദിദിമോസ് എന്ന തോമസ്, 2, 3, 5, 7. സെബദി മക്കൾ 2 പേര്. അതാ കേട്ടോ 5 പറഞ്ഞത്, കണക്കറിയാൻ പാടില്ല എന്നിട്ടല്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് എന്നെ വല്ലാണ്ട് നോക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 7 പേര്, പത്രോസ് ഉൾപ്പെടെ 7 പേര്. കർത്താവിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുവായിരുന്നു? നീ എന്നെ വിട്ടു പോകരുത്, എന്നെ വിട്ടു പോകരുത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക് ചെയ്യുന്ന പത്രോസ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ബ്രേക്ക് ചെയ്യുക. എന്നെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞെടുത്ത് പത്രോസും പിന്മാറ്റത്തിലേക്ക് പോകുന്നു. കൂടെയുള്ള 6 എണ്ണത്തിനെയും കൂടെ കൊണ്ടുപോവുക. അതങ്ങനെ സ്പിരിറ്റുള്ള കുറേ എണ്ണമുണ്ട്. യവൻ നശിക്കുകയല്ല, യവൻ പോകുമ്പോൾ കുറേ എണ്ണത്തെ കൂടെ നശിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയുള്ള സ്പിരിറ്റുകൾ ദൈവസഭകൾക്കകത്ത് നിന്ന് പുറത്തു പോകാൻ പ്രാർത്ഥിക്കണം. സഭകളെ പൊളിക്കുന്ന ചില സ്പിരിറ്റുകൾ, ചർച്ചസിനെ പൊളിക്കുന്ന ചില, ഇന്നത്തെ ദൈവസഭകളെ പൊളിച്ച ചില സ്പിരിറ്റുകളുണ്ട്. വ്യക്തികൾക്കകത്ത് കയറി സഭയ്ക്കകത്ത് സ്പ്ലിറ്റ് ഇട്ട് സഭകളെ തകർത്ത് കളയുന്ന, എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് ആ ഒരു തലത്തെ ഈ ചർച്ചിനകത്ത് നിന്ന് രാത്രി ബ്രേക്ക് ചെയ്യുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല, അത് വേറെ സബ്ജക്റ്റാ. നോക്കണമേ, പത്രോസിനോട് പറഞ്ഞു നീ എന്നെ വിട്ടു പോകരുത്. പക്ഷെ ആ പത്രോസ് വിട്ടു പോകുക മാത്രമല്ല, പോയപ്പോൾ 6 എണ്ണത്തിനെയും കൂടെ കൊണ്ടുപോയി. എന്തോ വലിയ പാപമാ. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴും ലൂക്കോസ് 22:61 എൻ്റെ ഹൃദയത്തിൽ കണ്ണി കിടന്ന് ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് എന്നെ അസ്വസ്ഥപ്പെടുത്തും ആ യേശുവിൻ്റെ നോട്ടം. എന്ത് നിഷ്കളങ്കമായ നോക്കട്ടോ അല്ലേ എൻ്റെ കർത്താവിൻ്റെ.
ആ തിരിഞ്ഞു നോക്കുന്ന നോട്ടം. തള്ളി പറഞ്ഞിട്ടും നമ്മളെ ആരേലും ഒന്ന് തള്ളി പറയണ്ട, നമ്മുടെ കുറ്റം എവിടെയെങ്കിലും പറഞ്ഞെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മാവൊക്കെ അങ്ങ് തിളയ്ക്കും. അന്യഭാഷയൊക്കെ 10 മിനിറ്റത്തേക്ക് മാറ്റി വെക്കും. പിന്നെ പറയുന്ന ഭാഷയും വേറെ ആയിപ്പോവും ചിലപ്പം. സ്തോത്രം. പക്ഷേ എൻ്റെ കർത്താവ് ആമേൻ അവിടെ പത്രോസിനെ നോക്കി ആ നോട്ടം, സാരമില്ല, ഒരു കുഴപ്പമില്ല, നിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ നീ എന്നെ തള്ളി പറഞ്ഞേ, കുഴപ്പമില്ല, നീ ജീവിച്ചോ, പക്ഷെ നീ എന്നെ കളഞ്ഞിട്ട് പോകരുത്. ഇതും അവൻ ബ്രേക്ക് ചെയ്തു. ദൈവസാന്നിധ്യത്തിൽ നകന്ന് ആ പഴയ വള്ളം, ആ പഴയ വല എടുത്ത് കടലിലേക്ക് പോകുന്ന പത്രോസും ദിദിമോസ് എന്ന തോമസും കാനായിലെ നദലയിലും സബദി മക്കളായ യാക്കോബ്, യോഹന്നാനും മറ്റ് 2 ശിഷ്യന്മാരും 7 പേരടങ്ങുന്ന സംഘം വലിയ മീൻപിടുത്തത്തിന് വേണ്ടി പോയേക്കുക. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തെ കൂടാതെയുള്ള നിന്റെ പടകുകൾ ശൂന്യമായിരിക്കും. ദൈവത്തെ കൂടാതെയുള്ള നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ പടക് ശൂന്യമായിരിക്കും. ദൈവത്തെ കൂടാതെയുള്ള മക്കളെ നിങ്ങളുടെ പഠനം ശൂന്യമായിരിക്കും. ദൈവത്തെ കൂടാതെയുള്ള നിങ്ങളുടെ സംസാരങ്ങൾ അത് വ്യർത്ഥമായിരിക്കും. എനിക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. മക്കളെ, യേശുപ്പ ഇല്ലാത്ത പടക് ശൂന്യവാ, യേശുപ്പ ഇല്ലാത്ത വീട് ശൂന്യവാ, യേശുപ്പ ഇല്ലാത്ത പേഴ്സ് ഓട്ടസഞ്ചിയാ. ഇന്ന് രാത്രി വേള ഞാൻ പറയട്ടെ, ആ കർത്താവിനെ നിന്റെ വീട്ടിനകത്തോട്ടൊന്ന് വെൽക്കം ചെയ്യാൻ റെഡിയാണോ? സ്തോത്രം. പത്രോസേ, നിന്നെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തി ഉലക ചരിത്രത്തിൽ വേറെ ആരുമില്ല. നിന്റെ ഭാര്യ നിന്നെ സ്നേഹിച്ചതിനേക്കാൾ, നിന്റെ മക്കൾ നിന്നെ സ്നേഹിച്ചതിനേക്കാൾ, നിന്റെ സഹോദരന്മാർ നിന്നെ സ്നേഹിച്ചതിനേക്കാൾ ഈ യേശുപ്പ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ആ യേശുപ്പയുടെ സാന്നിധ്യത്തിൽ നല്ലയോ നീ ഇപ്പം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നേ. നോക്കണമേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബരിയാസ് കടൽക്കരയിലേക്ക് വന്ന് നിന്നിട്ട് അടുത്തൊരു വാക്യോടെ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നേ പറഞ്ഞേനെ, എടാ ദുഷ്ടന്മാരെ, ഇത്ര 3.5 വർഷം എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ തള്ളി പറഞ്ഞത് മാത്രമല്ല, ഞാൻ പറഞ്ഞൊന്നും അനുസരിക്കാതെ പടകും വള്ളമെടുത്ത് പോയേക്കുക. നിനക്കൊന്നും മീൻ കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം, ഒരു മീനും കിട്ടത്തില്ല. പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞു, മോനെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? പക്ഷേ അടുത്ത വാക്യമാണ് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത്. ആമേൻ, പ്രിയ കർത്താവ് പറഞ്ഞു, ആമേൻ, ആഴത്തിലേക്ക് നീക്കി വല വീശുവേൻ, പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. മാത്രമല്ല, മീൻ പിടിച്ചുകൊണ്ട് പടകിലേക്ക് കയറി വന്ന പത്രോസിനും കൂട്ടുകാർക്കും കഴിക്കാൻ വേണ്ടി കനലിൽ ചുട്ട നല്ല ഗ്രിൽഡ് ഫിഷും നല്ല അപ്പവും ഉണ്ടാക്കി ആ കനൽ അണയ്ക്കാതെ കാത്തിരുന്ന കർത്താവ്. ഹല്ലേലൂയ. എന്താ കനൽ അണയ്ക്കാതെ? കർത്താവിനറിയാം അവൻ തണുത്താ വരുന്നേ. നിന്റെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും കൺസേൺ ഉള്ള കർത്താവിനെ കണ്ടോ ആ വാക്യത്തിൽ? ആരും വലിയേട്ടൻ ചിന്തിക്കത്തില്ല. അവർ തണുത്ത് വരുന്നെങ്കിൽ അവർ ശീലമുള്ളവരല്ലേ? ഇല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ആ പടകിൽ നിന്ന് കയറി പുറത്തോട്ട് വരുമ്പോൾ അവർ വിറച്ചാ വരുന്നത്. അവർ കനലിൻ്റെ അടുത്ത് വന്നിരുന്നു തീ കാഞ്ഞ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ സ്തോത്രം, ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നു എന്നിൽ നീ. എന്തോ മനോഹരമായ വരിയല്ലേ? ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നു. നമ്മൾ ചില സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാതെ സ്കിപ്പ് ചെയ്ത് വിടത്തില്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കർത്താവ് അത് ഓർക്കുന്നില്ല എന്ന്? നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് കർത്താവ് സ്കിപ്പ് ചെയ്യാറില്ല. നിങ്ങൾ വിട്ടുകളയുന്നത് കർത്താവ് വിട്ട് കളയാറില്ല. നിങ്ങൾ മറക്കുന്നത് അവൻ മറക്കാറില്ല. അവൻ ഓർത്തു വെച്ചും നിന്റെ കൂടെ നടക്കുന്നത്. സഹോദരന്മാരെ, ആ യേശുവിന്റെ സ്നേഹം എത്ര മനോഹരമല്ലേ? ഞാൻ എപ്പോഴും കർത്താവിനോട് പറയും, കർത്താവേ, പല സമയത്തും തകർന്ന് തരിപ്പണമായിട്ട് പ്രാർത്ഥനാ മുറിക്കകത്തോട്ട് മുഴങ്ങാലിരിക്കുമ്പം പ്രാർത്ഥിക്കാൻ വാക്കൊന്നും കിട്ടത്തില്ല, പക്ഷെ കണ്ണ് നിറച്ച് കണ്ണുനീരാ. കരഞ്ഞെഴുന്നേക്കുമ്പോഴത്തേന് ഒരു ഭയങ്കര ഒരു ബലത്തോടെ എഴുന്നേക്കുന്നത്. ഇന്ന് പകൽ വേള ഞാൻ പറയട്ടെ,
തകർന്നവനെ പണിയുന്ന കർത്താവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് മറന്നുപോയോ? അവൻ നിന്നെ പണിയും, അവൻ നിന്നെ റീബിൽഡ് ചെയ്യും മക്കളെ. ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നു എന്നെ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ. പത്രോസേ, നീ ഏതുവരെ ഓടും? നടുമുറ്റം വരെയോ? തിബരിയാസ് കടൽ വരെയോ? അതോ ഗലീല കടൽ വരെയോ? നീ എവിടെ വരെ ഓടും? നിന്നെ പിടിക്കുന്നൊരു ദിവസമുണ്ട് കേട്ടോ. ഒന്നാമത്തെ എൻകൗണ്ടറിൽ അനുഗ്രഹങ്ങളുടെ കൂമ്പാരം 3.5 വർഷം കൊടുത്ത കർത്താവ് രണ്ടാമത്തെ എൻകൗണ്ടറിലെ തകർച്ച എന്നേക്കുമായിട്ടുള്ള ജീവിത തകർച്ചയാണെന്ന് പത്രോസ് വിചാരിച്ചു. ഇനി എനിക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല, ആ യേശുവിൻ്റെ സാന്നിധ്യം എന്നിൽ നിന്ന് പോയി. ഇനി എനിക്ക് വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അധ്വാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വർഗത്തിലെ പ്രൈസ് ദി ലോർഡ് താക്കോലൊക്കെ മേടിച്ച പത്രോസ, പക്ഷെ താക്കോല് മേടിച്ച് വീട്ടിൻ്റെ അറയിൽ കൊണ്ട് പൂട്ടി വെച്ചിട്ട് അവൻ ചായ്പിലിരുന്ന വല എടുത്തോണ്ട് പോയേക്കുക. എന്തിനാ? മീൻ പിടിക്കാൻ വേണ്ടി. വെളിപ്പാടും കാഴ്ചപ്പാടുകളെയൊക്കെ 8 മടക്കി വീട്ടിന്റെ അടിയിൽ വെച്ചിട്ട് പത്രോസ് പഴയ പണിയിലേക്ക് തിരിഞ്ഞു പോയി. തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പത്രോസ് തിബരിയാസ് കടലിന്റെ നടുവിലേക്കൊന്ന് നോക്കിക്കേ. അവിടോട്ടൊന്ന് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവന്നേ. തകർന്ന് തരിപ്പണമായിട്ട് ഇനി എനിക്ക് മരിച്ചാ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന പത്രോസിനെ ഹല്ലേലൂയ, ഞാൻ എന്റെ ചിന്തയിലങ്ങ് പറയുവച്ചാ, വാരിപ്പുണരുന്നെന്റെ കർത്താവ്. ഹല്ലേലൂയ. നിന്നെ വാരിപ്പുണരുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. അവൻ നിന്റെ തകർച്ചയ്ക്കകത്ത് നിന്റെ കാലുവാരാൻ ലോകം നോക്കി നിൽക്കുമ്പോൾ, നിന്റെ കാലുവാരി അടിക്കാൻ നോക്കി നിൽക്കുന്നവന്മാരുടെ മധ്യത്തിൽ നിന്നെ വാരിപ്പുണർന്നുകൊണ്ട് തോളിലേറ്റി നടത്തുന്ന ഒരു അപ്പനുണ്ട്. എനിക്ക് ആ ഭാഗമൊക്കെ പറയുമ്പം എൻ്റെ മനസ്സിനകത്ത്, എൻ്റെ സിരകൾക്കകത്ത് രക്തം തിളയ്ക്കും. ഹല്ലേലൂയ. ജീവിത തകർച്ചയ്ക്കകത്ത് അവൻ നിന്നെ ഒരു ആക്ഷേപപാത്രമാക്കി തീർക്കുവാൻ വേണ്ടി ലോകം ശ്രമിക്കുമ്പോൾ, നിന്നെ മാനിക്കുവാൻ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതവന്റെ രേഖകളെയും തിരുത്തി എഴുതുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും. ഇന്ന് രാത്രി വളരെ പ്രവചന ശബ്ദം പോലെ പറയട്ടെ, നിനക്ക് എതിരായി വരുന്ന ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല. നിനക്കെതിരായി എഴുതി പിടിപ്പിക്കുന്ന ഒരു രേഖകളും ഒരു കമന്റുകളും ഒരു വീഡിയോകളും നിനക്കെതിരെ ഫലിക്കുകയില്ല. കാരണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ പരിശുദ്ധ ആത്മാവാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത് ഇവിടത്തെ ഒരു ഡൂക്കിളി വക്കീലല്ല കേട്ടോ, ഇവിടത്തെ ഒരു ഡൂക്കിളി ജഡ്ജല്ല കേട്ടോ. നിനക്ക് വേണ്ടി സംസാരിക്കുന്നത് ദൂതന്മാരാ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പരിശുദ്ധ ആത്മാവാ. നിന്റെ വിധി കൽപ്പിക്കുന്നത്, ഉയരത്തിലെ ജഡ്ജ്മെന്റ് നടത്തുന്നത് എന്റെ ഉയരത്തിലെ ജഡ്ജിയായ ദൈവമാ. പത്രോസേ, ഇന്ന് ഞാനൊരു ഉദാഹരണം അങ്ങ് പറയാം. തിബരിയാസ് കടൽക്കരയിലും തകർന്നു നിൽക്കുന്ന പത്രോസിനെ നോക്കി കളിയാക്കുന്നവരുണ്ട് കേട്ടോ. 3.5 വർഷം അവൻ്റെ കൂടെ നടന്നിട്ട് അവനെ തള്ളി പറഞ്ഞിട്ട് ഇപ്പൊ അവൻ്റെ അപ്പം മേടിച്ച് തിന്നുക. 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്ന് ഒരു പെങ്കൊച്ചിൻ്റെ അടുത്തും വേറെ 2 അടുത്തും യേശു കർത്താവിനെ പച്ചയ്ക്ക് തള്ളി പറഞ്ഞിട്ട് ഇപ്പൊ അവൻ അപ്പം കൊടുത്തപ്പോ നാണമില്ലാതെ മേടിച്ച് തിന്നുക. കളിയാക്കട്ടടാ. നെവർ മൈൻഡ്. നീ അങ്ങോട്ട് നോക്കരുത്. നിനക്ക് അപ്പം തന്നവന്റെ മുഖത്തേക്ക് നീ നോക്കിയാൽ മതി. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയരെ, ഇന്ന് രാത്രി വേളയിൽ ഒരു ദൈവശബ്ദം നിങ്ങളെ കേൾപ്പിച്ച നിങ്ങൾ മറന്നു പോകരുത്. എന്താണെന്നറിയാവോ? ഒരുത്തിനെ പണിയാൻ വേണ്ടി 3 എൻകൗണ്ടറിലൂടെ ദൈവം കയറ്റിവിട്ടു, 3 തകർച്ചയിലൂടെ കയറ്റിവിട്ടു. ഇനി പത്രോസിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. പത്രോസ് എന്തുകൊണ്ടാണ് യേശുവിനെ തള്ളി പറഞ്ഞത്? ഭയം. എന്തിൻ്റെ ഭയം? മരണഭയം. ഈ കർത്താവിൻ്റെ കൂടെ ഉണ്ടോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ കൊണ്ടുപോയി തട്ടും. ഈ മരണഭയം ഉണ്ടായ പത്രോസ് പറഞ്ഞു, എനിക്ക് അവനെ അറിയത്തില്ല, കർത്താവിനെ എനിക്കറിയത്തില്ല. 3 പ്രാവശ്യം പറഞ്ഞു, എനിക്ക് കർത്താവിനെ അറിയത്തില്ല. ഇനി ഇതേ പത്രോസ് മരിച്ചത് എങ്ങനെയാ? പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്.
എനിക്ക് എൻ്റെ അപ്പായുടെ പാദത്തിൽ ചുംബിച്ച് മരിക്കണം. എൻ്റെ മരണം തലകീഴായി എന്നെ ക്രൂശിച്ച് കൊല്ലണം എന്നവൻ പറഞ്ഞു. ഇന്ന് രാത്രി വേള ഞാൻ പറയട്ടെ, നിന്റെ മരണഭയത്തെ മാറ്റുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എനിക്കറിയത്തില്ല, ആ വേർഡ് കയറി വരുമോ, ഭയം. ഭയം ഇതിനകത്ത് എന്തിനെയൊക്കെയോ ആരെയൊക്കെയോ ഏതൊക്കെയോ മേഖലകളെ ഭയക്കുന്ന ആരോഗ്യം ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി വേള നിന്റെ മരണഭയത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം എടുത്ത് നീക്കിക്കളയാൻ പോകുകയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് ചില ഭയങ്ങളെ ഇട്ട് അവരുടെ പഠന മേഖലകളെ, അവരുടെ സ്പിരിച്വൽ മേഖലകളെ വഴിതെറ്റിച്ചു വിടുന്ന ചില അന്ധകാര ശക്തികൾ, മാതാപിതാക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. ഇന്ന് രാത്രി വേള ചില ഭയങ്ങളെ എൻ്റെ കർത്താവ് ഇതിനകത്ത് നിന്ന് എടുത്തു നീക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മരണത്തെ ഭയന്ന പത്രോസ്, ആമേൻ, പിന്നത്തേതിൽ അവൻ പറഞ്ഞു, എനിക്ക് യേശുവിന്റെ രക്തസാക്ഷിയായി മരിക്കണം. ഇന്ന് രാത്രി വേള ഞാൻ പറയട്ടെ, അവൻ ക്രിസ്തുയേശുവിന്റെ വെളിപ്പാട് അകത്ത് കയറിയ പത്രോസിന് ഇപ്പൊ പറയാനൊരു കാര്യമുണ്ട്. അവൻ, പീലാത്തോസേ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി കത്തിരാകി മിനുക്കാം, നിനക്ക് കൊല്ലാൻ വേണ്ടി കോടതികൾ മാറി മാറി എന്നെ വിസ്തരിക്കാം. ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഞാൻ മരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാ. എന്റെ കർത്താവിന് വേണ്ടി മരിക്കാൻ. എനിക്കിനി ലോകത്തിലുള്ള വള്ളമല്ല എന്റെ വലുത്, ലോകത്തിലുള്ള വലയല്ല എന്റെ വലുത്, ലോകത്തിലുള്ള സമ്പത്തല്ല എന്റെ വലുത്. എനിക്കും നിത്യതയുടെ വെളിപ്പാട് കിട്ടിയേ. ഇന്ന് രാത്രി വേളയിൽ ആ ഒരു വെളിപ്പാടിലേക്ക് വന്ന് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാ. ആമേൻ, പത്രോസിന്റെ ജീവിതത്തിനകത്ത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ആമേൻ പത്രോസിനോട് പറഞ്ഞു, ആമേൻ, ലോകത്തിന്റെ അറ്റത്തോളം പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകുവീൻ. ആമേൻ, പ്രൈസ്. ഒരുത്തനെ പണിതെടുക്കുവാൻ എന്തൊക്കെ പ്രോസസ്സിലൂടെയാ കർത്താവ് കയറ്റി വിട്ടത്. അതുകൊണ്ട് ഇത് രാത്രി വേളയിൽ, ആമേൻ, നീ വർഷങ്ങളായിട്ടും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അത്രത്തോളം അനുഗ്രഹം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഓ, നിനക്ക് 10 കോടി രൂപയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് 10 കോടി രൂപയുടെ അനുഗ്രഹമുണ്ട്. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ 10 മടങ്ങ് അനുഗ്രഹം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നീ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ, നീ എവിടെയൊക്കെ പരിഹസിക്കപ്പെട്ടോ, നീ എവിടെയൊക്കെ അവഗണിക്കപ്പെട്ടോ, നീ എവിടെയൊക്കെ ഒറ്റപ്പെട്ടോ, നീ എവിടെയൊക്കെ നിന്ന പാത്രമായോ, നിന്നെ എവിടെയൊക്കെ ഇറക്കി വിട്ടോ, അവിടേക്കൊക്കെ നിന്നെ തിരിച്ചു വിളിക്കുന്നൊരു ദിവസം വരാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിന്നെ ഇറക്കി വിട്ടവർ, ആമേൻ, നിന്റെ ഡേറ്റ് ചോദിക്കുന്ന ദിവസം വരാൻ പോകുകയാ. ഹല്ലേലൂയ. നീ ബൈബിൾ എടുത്തതിന്റെ പേരിൽ, നീ ക്രിസ്തുവിനെ അറിഞ്ഞതിന്റെ പേരിൽ, ക്രിസ്തു നിമിത്തം നീ അനുഭവിക്കുന്ന കഷ്ടതകളുടെ പേരിൽ അവൻ നീ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ തിരുത്തി എഴുതാൻ പോകുകയാ. ദൈവം അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ദൈവം അതിനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദൈവം അത് തിരിച്ചു തരും. നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ നിനക്ക് തിരിച്ചു തരാൻ പോകുകയാ. അവൻ പച്ചപ്പിടുവും പിട്ടിലും അവൻ തുള്ളനും വെട്ടിക്കിളിയും തിന്നു ശേഷിപ്പിച്ച ആ സംവത്സരങ്ങളെ അവൻ ദൈവം നിനക്ക് അവൻ മടക്കി തരാൻ പോകുകയാ. അവൻ മടക്കി തരാൻ പോകുകയാ. അവൻ നോഹേ, നിനക്ക് നശിപ്പിച്ചത് നഷ്ടപ്പെട്ടത് 300 ഒട്ടകമെങ്കിൽ നിനക്ക് 600 ഒട്ടകം തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രോസ്പെരിറ്റി അല്ല പ്രസംഗിക്കുന്നത്, നിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നിന്റെ സ്പിരിച്വൽ ബ്ലെസ്സിംഗ്, അവൻ നിന്റെ കയ്യിൽ നിന്ന് കൃപാവരങ്ങൾ കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ, അവൻ നീ സമർപ്പിക്കപ്പെടാൻ റെഡിയാണെങ്കിൽ 10 മടങ്ങ് നിനക്ക് മടക്കി തരാൻ പോകുകയാ. പത്രോസിന് കൊടുത്തില്ലേ? കൂടെ നടന്നപ്പോൾ കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു, ബ്ലെസ്സിങ്ങുകൾ കൊടുത്തു, അത്ഭുത പ്രവർത്തികൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തു. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, പത്രോസിനെ കർത്താവ് പണിത് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2:40-42 ആ ഭാഗത്തിനകത്ത് ഒറ്റ പ്രസംഗത്തിന് 3000 രക്ഷിക്കപ്പെട്ടു. 3000 ഹൃദയത്തിനകത്ത് അവൻ ചാട്ടുളി പോലെ ദൈവത്തിന്റെ വചനം ചലിച്ചു. ഇന്ന് രാത്രി വേള ഞാൻ പറയട്ടെ, അവൻ, പ്രൈസ് ദി ലോർഡ്, നീ എവിടെ പരിഹസിക്കപ്പെട്ടോ പത്രോസേ, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ പത്രോസേ, ഏത് കടലിന്റെ വക്കത്ത് വെച്ച് നിന്നെ ഒറ്റപ്പെടുത്തിയോ പത്രോസേ, അവിടെ വെച്ച് തന്നെ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. ഞാൻ എപ്പോഴും ചിന്തിക്കും, കർത്താവിന് എന്നെ വേറെ ആരെ കിട്ടാഞ്ഞിട്ടാന്നോ ഈ പത്രോസിന്റെ പുറകെ നടക്കുന്നേ? കർത്താവിന് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് തകർന്നവനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതാ അല്പം പറഞ്ഞത്. എനിക്ക് ഉടഞ്ഞവനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കരയുന്നവനെ ഭയങ്കര ഇഷ്ടമാണ്, വേദന അനുഭവിക്കുന്നവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്നാ കർത്താവേ,
കർത്താവ് അങ്ങനൊക്കെ പറഞ്ഞേ? ഞാനും ഇതൊക്കെ അനുഭവിച്ചതാ. ജനിക്കാൻ ഒരു വഴിയമ്പലം നിരസിക്കപ്പെട്ട കർത്താവ് അടിയോരത്ത് എവിടെ പ്രസവിച്ചു, പശുത്തൊട്ടിയെ കൊണ്ടുവന്ന് കിടത്തി. സ്തോത്രം. സ്വന്തം ചാർച്ചക്കാര് പറഞ്ഞു, ഇവന്റെ അച്ഛന്റെ മോനാ, ഇവൻ നല്ല രീതിയിലൊന്നും അല്ല ഉണ്ടായത്. സ്തോത്രം. പരിഹാസപാത്രമായവനാ. ഇന്ന് രാത്രി വേളയിൽ ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ വേദന അവൻ അറിയാൻ പറ്റും. കാരണം അവൻ ഇതിലൂടെ എല്ലാം കടന്നു പോയതാ. അവൻ ഇതിലൂടെ ഒക്കെ കടന്നു പോയതാ. ഗദസമനയുടെ മണ്ണിൽ എൻ്റെ യേശു കർത്താവ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് ഒന്ന് എക്സ്പെക്ട് ചെയ്തായിരുന്നു, അറ്റ്ലീസ്റ്റ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരെങ്കിലും കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരിക്കും. അവിടെ ഒറ്റപ്പെട്ടു. എൻ്റെ യേശു കർത്താവ് ഈ ഗദസമനയിലോട്ട് പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൊരു തോടുണ്ട്. തോടിൻ്റെ പേര് കിദ്രോൻ തോടെന്നാ. കിദ്രോൻ തോടിൻ്റെ വാക്കിൻ്റെ അർത്ഥം മരണത്തിൻ്റെ താഴ്വര എന്നാ. യേശുവിനെ തകർക്കാൻ മരണത്തിൻ്റെ താഴ്വരയ്ക്ക് കഴിഞ്ഞില്ല. അവിടെ തകർക്കപ്പെടാമായിരുന്ന കർത്താവ് അവിടെ തകരാൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ഗദസമനയുടെ മണ്ണിൽ മുട്ടുമടക്കി. എൻ്റെ പഠനത്തിൽ നിന്ന് ലഭിച്ചൊരു ഭാഗം ഞാൻ പറയാം. എൻ്റെ യേശു കർത്താവ് ഗദസമനയുടെ മണ്ണിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം ഇങ്ങനെയാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. എന്നാ ഈ പാനപാത്രം? പലരും പ്രസംഗിക്കുക കേട്ടിട്ടുണ്ട്, ക്രൂശാകുന്ന പാനപാത്രം അല്ല. കർത്താവ് പറഞ്ഞ എന്നാന്നറിയാവോ? അവിടെ ഒരു വാക്കുണ്ട്, ഗദസമനയുടെ മണ്ണിൽ പ്രാർത്ഥിച്ച് പ്രാണവേദനയിലായ കർത്താവ് തൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. തനിക്കൊരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ഫീല്. അവിടെ മരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. കർത്താവ് പറയുക, കർത്താവേ, ഗദസമന തോട്ടത്തിൽ മരിക്കുക എന്ന് പറയുന്ന പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. അതെന്താ കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചത്? പറയാം. സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശു കർത്താവ് ക്രൂശിൽ മരിക്കണമെന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളപ്പാട് ലഭിച്ച അരുളപ്പാടും പ്രവചനവും നിവൃത്തിയാകണമെങ്കിൽ എൻ്റെ യേശു കർത്താവ് ഗദസമനയിൽ തീർന്നാൽ പറ്റത്തില്ല. ഇനി പിശാചിന്റെ തല തകരപ്പെടണമെങ്കിൽ അവൻ കാൽവറി ക്രൂശിൽ യാഗമാകണം. അടുത്ത് യഹൂദന്മാരുടെ ശാപത്തിന്റെ പ്രതീകമായ കുരിശ് അനുഗ്രഹത്തിന്റെ പ്രതീകമാകണമെങ്കിൽ എൻ്റെ യേശു കുരിശ് എടുക്കണം. ഇന്ന് രാത്രി വേള ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇത് മനസ്സിലാക്കിയ പിശാച് കാൽവറി ക്രൂശിന്റെ മേൽ ജയോത്സവം, മരണത്തെ ജയിച്ച് ജയോത്സവം കർത്താവ് കൊണ്ടാടിയാൽ പിശാചിന്റെ തല തകരും. ഇത് മനസ്സിലാക്കിയ പിശാച് അവനെ ഗദസമനയിൽ വെച്ച് തകർക്കാൻ നോക്കി, കിദ്രോൻ തോടിൽ വെച്ച് തകർക്കാൻ നോക്കി. പക്ഷേ അവിടെയൊന്നും തകർന്നു കൊടുക്കാൻ എൻ്റെ കർത്താവിന് മനസ്സില്ലായിരുന്നു. കാരണം ആ കാൽവരിയുടെ മുകളിൽ അവന്റെ തലയെ തകർക്കണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി വേള ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ, അവൻ ഇപ്പോൾ പിശാച് തലയില്ലാത്തവനാ. അവന്റെ തല തകർന്നതാ. അവൻ തലയില്ലാതെ മന്ദബുദ്ധിയായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് അവൻ നമുക്കെതിരെ അവൻ ആയുധങ്ങൾ തൊടുത്തിടുന്ന കള്ളപ്പിശാചേ, എടാ തലയില്ലാത്തവനെ, എടാ ബുദ്ധിയില്ലാത്തവനെ, അവൻ എൻ്റെ ദൈവം നിന്റെ തലയെ തകർത്തത് അവൻ പ്രൈസലോട് കാൽവരിയുടെ ഗിരിമുകളിൽ തകർത്തെന്ന് മാത്രമല്ല, നീ പറഞ്ഞു ഹല്ലേലൂയ, റോമ ഗവൺമെന്റിന്റെ അവൻ ഇംപീരിയൽ മുദ്രയും പതിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി 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 നീ പുറത്തു വരത്തില്ല, ഇനി നീ പുറത്തു വരത്തില്ല, ഇനി നീ പുറത്തു വരത്തില്ല. പക്ഷേ ഇന്ന് രാത്രി വേള ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പറഞ്ഞതുപോലെ ചെയ്യുന്ന കർത്താവ്. അവൻ പറഞ്ഞതുപോലെ ചെയ്യും. ഹല്ലേലൂയ. അവൻ മൂന്നാമത് ദിവസം അവൻ പ്രവചനം നിവർത്തി എന്ന് പറഞ്ഞു എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. പ്രഭാതത്തിൽ കല്ലറയ്ക്കലേക്ക് ഓടി വന്ന മഗ്ദലക്കാരത്തി മറിയയും സഹോദരിമാര് കണ്ടൊരു കാര്യമുണ്ട്. കല്ലറയ്ക്കകത്ത് എന്ത് റൂമാല് മടക്കി വെച്ചേക്കുക.
നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, എങ്കിലും ഞാൻ പറയാം. യഹൂദന്മാരുടെ നിയമപ്രകാരം ഒരു സിസ്റ്റം ഉണ്ട്. ഒരു ദാസൻ, ഒരു യജമാനൻ. ആ ദാസൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ ദാസന്റെ കയ്യിൽ ഒരു റൂമാൽ അല്ലെങ്കിൽ ഒരു ടവൽ കാണും. അത് അദ്ദേഹത്തിന്റെ തോളിലിട്ടേക്കും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സംതൃപ്തിയോടുകൂടെ കഴിക്കും. ആ ഭക്ഷണം കഴിച്ചു തീരുമ്പോൾ ആ റൂമാലെടുത്ത് വീണ്ടും അദ്ദേഹം തോളിലേക്കിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, എൻ്റെ ദാസനെ, ഞാൻ തൃപ്തനായി, ഞാൻ ഇനി മടങ്ങി വരികയില്ല, ഞാൻ തൃപ്തനായിട്ടാണ് പോകുന്നത്, നിനക്ക് തീന്മേശ ക്ലീൻ ചെയ്യാം. എന്നാൽ ആ ദാസൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ യജമാനൻ ആ റൂമാലും മടക്കി ആ മേശപ്പുറത്ത് വെച്ചിട്ട് ആ തീന്മേശയിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാണെങ്കിൽ ആ ദാസനെ വിളിച്ചറിയിക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. എൻ്റെ ദാസനെ, ഞാൻ തൃപ്തനല്ല, ഞാൻ മടങ്ങി വരും. ഈ തീന്മേശയുടെ അരികിൽ എനിക്കായി നീ കാത്തു നിൽക്കണം. ഞായറാഴ്ച ദിവസം രാവിലെ കല്ലറയ്ക്കലടുക്കേക്ക് ചെന്ന മഗ്ദലക്കാരത്തി മറിയയും സഹോദരങ്ങളും കണ്ടൊരു കാഴ്ചയുണ്ട്. റൂമാല് മടക്കി ആ കല്ലറയ്ക്കകത്ത് വെച്ചിരിക്കുന്നു. ഞാൻ തൃപ്തനല്ല, ഞാൻ പോയിട്ടില്ല, ഞാൻ മടങ്ങി വരും. അത് വിളിച്ചറിയിക്കുന്ന എന്താ? ഞാൻ ഇനിയും മടങ്ങി വരും. ഇനിയും എനിക്ക് ചിലതിവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഇന്ന് രാത്രി വേള ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ പോയതുപോലെ മടങ്ങി വരാൻ പോകുകയാ. എന്റെ പ്രിയ മക്കളെ, എന്റെ പ്രിയ ദാസീദാസന്മാരെ, അവൻ പോയതുപോലെ മടങ്ങി വരാൻ പോകുകയാ. ഇന്ന് രാത്രി വേള പത്രോസേ, ആമേൻ, പ്രേഷം, നീ കേട്ട നിന്ദയ്ക്ക് വിരാമം കുറിക്കാൻ പോകുകയാ. നീ കേട്ട പരിഹാസത്തിന് വിരാമം കുറിക്കാൻ പോകുകയാ. നീ കേട്ട ഒറ്റപ്പെടലിന് വിരാമം കുറിക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകുക. പ്രിയരെ, അവൻ 3 വിധ എൻകൗണ്ടറുകൾക്കകത്ത് അവൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ തകർച്ചയിൽ അവൻ വിചാരിച്ചു, ഞാൻ സേഫ് സോണിലെത്തി, എൻ്റെ കാര്യമെല്ലാം സെറ്റിലായി. പക്ഷേ അവൻ രണ്ടാമത്തെ എൻകൗണ്ടർ വീണ്ടും തകർച്ചയിലേക്ക് പോയി. അത് 3-ാമത്തെ എൻകൗണ്ടറിലേക്ക് വന്നപ്പോൾ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. അവൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ 21:15 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3-ാമത്തെ ചോദ്യം എങ്ങനെയാണ്? യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്നുള്ള ചോദ്യത്തിനകത്ത് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന പത്രോസ്, അവൻ പ്രൈസ് കർത്താവേ, നീ എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞ് അവൻ യേശുവിന്റെ കാൽക്കൽ വീഴുന്ന പത്രോസ് ഇന്ന് രാത്രി വേളയിൽ എന്ന് പറഞ്ഞാട്ടെ, കർത്താവ് എന്നെ നന്നായി അറിയുന്നൊരു കർത്താവ്, എന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ്. ഒരു നിമിഷം എല്ലാവരും ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നോട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രിയരെ, അവൻ നിന്റെ ഭർത്താവ് നിന്നെ അറിയുന്നതിനേക്കാൾ, നിന്റെ ഭാര്യ നിന്നെ അറിയുന്നതിനേക്കാൾ, നിന്റെ മക്കൾ നിന്നെ അറിയുന്നതിനേക്കാൾ, നിന്റെ കൂട്ടുവിശ്വാസികൾ നിന്നെ അറിയുന്നതിനേക്കാൾ, നിന്റെ സഹപ്രവർത്തകർ നിന്നെ അറിയുന്നതിനേക്കാൾ എൻ്റെ യേശുവിനെ നിന്നെ അറിയാം. ഓ കേട്ടോ, കർത്താവിന് നിന്നെ അറിയാം കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്കറിയത്തില്ല. ഇതിനകത്ത് എൻ്റെ പ്രസംഗ സമയത്ത് ചില കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ ആത്മാവിൽ കണ്ടു. എനിക്കറിയാം, നിന്റെ കണ്ണുനീര് നീ എത്ര തുടച്ചു കളഞ്ഞാലും ഇതിൻ്റെ ഓരോ ഡ്രോപ്പിനും കണക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടച്ചാ. ഇതൊരു തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിനക്കൊരു മറുപടി ഉണ്ട് കേട്ടോ. നിന്റെ തകർച്ചയെ പണിയും. അച്ഛാ, എന്നും തകർച്ച നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും വേദന നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും നിന്നേലും പരിഹാസത്തിലും നീ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ബിക്കോസ് എൻ്റെ കർത്താവിന് നിന്നെ ഇഷ്ടമാണ്. ആ ക്രൂശില് പെരുമാറി നിവർത്തി കിടക്കുന്ന എൻ്റെ കർത്താവ് പറഞ്ഞത് എന്തുവാ? ക്രൂശിൽ കിടന്നപ്പോഴും കാര്യം പാണിയൊന്നും എനിക്കൊരു വേദനയല്ല, എൻ്റെ മകൻ എന്നെ വിട്ട് പോകുമെന്നൊരു പേടി, ഒരു ഭയം. ഇന്ന് രാത്രി വേളയിൽ ആ ഭയം കർത്താവിന് ഇപ്പോഴും ഉണ്ട്. നിങ്ങളെക്കുറിച്ചുള്ളൊരു കൺസേൺ. എൻ്റെ കുഞ്ഞെന്നെ വിട്ട് പോകുമോ? പോരെ പ്രിയരെ, ആരും കർത്താവിനെ വിട്ട് പോകരുത്. എല്ലാ കണ്ണുകളും ദിവസം അടച്ചേ. ക്രൂശിൽ കിടന്നപ്പോഴും കാരിരുമ്പാണിയല്ല വേദന, നാശത്തിനല്ല
നാഥനായോരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോധനം. ഒരു പ്രാവശ്യം കൂടെ. ക്രൂശിൽ കിടന്നപ്പോഴും എന്താണ്? കാരിരുമ്പാണിയല്ല ആശിച്ചൊരായോ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോധനം. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതത്രയും സുരക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു. എത്ര ദൂരം നിന്നെ വിട്ടോടി അത്ര നിന്നോട് സാരമില്ല എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട് കേട്ടോ. ഒന്ന് പ്രാർത്ഥിച്ചോ, എല്ലാവരും പ്രാർത്ഥിച്ചോ, നിന്നോട് സാരമില്ല എന്ന് പറയുന്ന ഒരു യേശുപ്പ. മോളെ സാരമില്ല, മക്കളെ സാരമില്ല, നീ മടങ്ങി വന്നാ മതി, ഞാൻ നിന്നെ ശിക്ഷിക്കത്തില്ല. ബിക്കോസ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ. ഇന്ന് രാത്രി വേള ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുന്നു. പത്രോസിനെ തിരിഞ്ഞു നോക്കിയ കർത്താവിന്റെ കണ്ണുകൾ സംസാരിച്ച സംസാരങ്ങൾ. പത്രോസേ സാരമില്ല, നിന്റെ സാഹചര്യം കൊണ്ടല്ല നീ എന്നെ തള്ളി പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നു എന്നിൽ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും സുരക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നിന്റെ കണ്ണുനീര് കണ്ടൊരു കർത്താവ് ഇതിനകത്തുണ്ട്. ആരും കാണാത്തപ്പോഴും ആരും അറിയാത്തപ്പോഴും എന്നാ പറ്റി മോളെ, എന്നാ പറ്റി കൊച്ചേ, എന്നാ പറ്റി സഹോദര, അച്ഛാ ഓക്കെ ആണോ, അറിയൂ ഓക്കെ എന്നൊന്നും ചോദിക്കാതെ പലരും മാറി തിരിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴും നിന്നെ കണ്ടൊരു കർത്താവുണ്ട്, നിന്നെ അറിഞ്ഞൊരു കർത്താവുണ്ട്. ഹി ലവ്സ് യു. യേശു നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹമാം ദൈവമേ നീ എന്നിൽ, അത് പറയണം, അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിന വളരേണമേ. ഞാനോ കുറയേണമേ. ഓ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ വളരേണമേ. ഞാനോ കുറയേണമേ. ഓ സ്നേഹമാം ദൈവമേ ഞാൻ കുറയട്ടപ്പാ. ഓ ഞാനോ കുറയേണമേ. ഓ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ
ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൽ വൻ കൃപയെ, ക്രൂശിൽ നിന്നും ഈ പാട്ട് ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചില പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ, സ്നേഹ സാഗരമാ പാടിക്കേ, സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും. കണ്ണടച്ച് പാടിക്ക മക്കളെ, എല്ലാവരും കണ്ണുകളെ അടച്ച്. ഞാനോ കുറയണമേ, ഓ സ്നേഹമാം യേശുവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള പ്രേമം ഇതിനകത്ത് അത് നിറയപ്പെടട്ടെ. ചുടപരഗതകനകലാതെ ഞാനോ കുറയേ, ഓ സ്നേഹമാം ദൈവമേ നീ അനുദിനവും വളരണമേ, ഞാനോ കുറയേ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, ഇവ സാന്നിധ്യം ചലിക്കുന്നതിനകത്ത് taste and see that the Lord is good, for He tastes like honey in the രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. അത് അനുഭവിച്ചറിഞ്ഞവർ തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവി എത്ര മധുരം. ഹൃദയത്തിനകത്ത് നിന്ന് എന്നുയിരാണ് ഉയിരാണ് ഉയിരാ, വെറുതെ പാടിവിടല്ലേ. എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു, എന്നുയിരാണ് യേശു, എന്നുയിരോട് കലർന്ന് എന്നുയിരേ ഞാനുമ്മേ തുതിപ്പേ, എന്നുയിരേ ഞാനുമ്മേ തുതിപ്പേ. എൻ ജീവനാണ് 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 യേശു, എൻ ജീവനാണ് 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 യേശു, എന്റെ ജീവനാണ് യേശു, എന്റെ ജീവനോടു ചേർന്ന് എൻ ജീവനെ ഞാൻ അങ്ങേ സ്തുതിക്കും, എൻ ജീവനെ ഞാൻ അങ്ങേ സ്തുതിക്കും. ജീവനെ സ്വന്തം അങ്ങേ, നിനക്ക് ചെന്ന് കിടക്കാൻ പറ്റിയ ഒരു മാറുവിടോ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ജീവനെ സ്വന്തം ആ മാർവിലോട്ടൊന്ന് ചാരി ഒന്ന് കരഞ്ഞേ പ്രിയരെ. ചാരുന്നു ഞാൻ, എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശുവേ, ചുടവരവലവരവൽ ഭൗഡവ ഉയിരാണ്. ഒരു പ്രാവശ്യം കൂടെ, എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു, എന്നുയിരാണ് ഉയിരാണ്
യേശു എന്നുയിരാണ്, യേശു എന്നുയിരോടു കലർന്ന് എന്നുയിരേ ഞാനുമ്മേ തുതിപ്പേ, എന്നുയിരേ. ഒരു നിമിഷം നിറ കണ്ണുകളോടുകൂടെ അപ്പായുടെ മാറിവിലേക്കൊന്ന് ചാരിക്കുക പ്രിയരെ. യേശുവേ, എനിക്ക് അങ്ങേ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞങ്ങക്കാരാ. ഇതിനകത്ത് നിന്റെ പ്രശ്നം എല്ലാം പരിഹരിക്കപ്പെടും. ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ചില ഹൃദയങ്ങൾക്കകത്തേക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ പാടുന്ന ഓരോ പാട്ടുകളും ഓരോ വചനങ്ങളും. പത്രോസൻ, നീ തകർന്നവനല്ലടാ, നിന്നെ ഞാൻ പണിയുവാ. ഇതിനകത്തിരിക്കുന്ന മാതാവേ, കുഞ്ഞെ, സഹോദരി, സഹോദര, നീ തകരുവല്ല, നിന്നെ ഞാൻ പണിതുകൊണ്ടിരിക്കുകയാ. നിന്റെ കപ്പൽ താന്നുകൊണ്ടിരിക്കുകയാണെന്ന് പലപ്പോഴും നിന്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഐ ആം ഗോയിങ് ടു ലിഫ്റ്റ് അപ്പ് ദം. ഞാൻ അതിനെ ഉയർപ്പിക്കുകയാൻ പോകുകയാണ്, അതിനെ കരം പിടിച്ചു പൊക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി വേള വിശ്വസിക്കുന്നവർ അല്പനിമിഷങ്ങൾ നിറകണ്ണുകളോടെ നിങ്ങൾ യേശുവേ എന്നൊന്ന് വിളിച്ചോ, യേശുവേ എന്നൊന്ന് വിളിച്ചോ, യേശുവേ എന്നൊന്ന് വിളിച്ചോ. ജുഡബരഗദഗനഗൽ പ്രൗഢബ. എൻ ജീവനെ ഞാൻ അങ്ങേ സ്തുതിക്കും, എൻ ജീവനെ. Come on, praise him. ആരാധന, ആരാധന. Come on, come on. ആരും ഇതിനകത്ത് വായി പൂട്ടി നിൽക്കരുത്. ശക്തിയോടെ പാടിക്കേ. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആരാധന തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോ. കർത്താവേ, യേശുവേ, ചിലത് ഇതിനകത്ത് പരിഹരിക്കപ്പെടട്ടെ, പരിഹരിക്കപ്പെടട്ടെ, പരിഹരിക്കപ്പെടട്ടെ. യേശുവേ, ജീവനേ, സ്വന്തമേ, അങ്ങേ ജീവനേ, സ്വന്തമേ. ഇന്നു മുതൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം പ്രിയരെ. ലോകത്തിന്റെ വാക്കുകളിൽ നിങ്ങൾ പതറിപ്പോകരുത്. മനുഷ്യൻ പറയുന്ന വാക്കുകളിൽ നിങ്ങൾ തകർന്നു പോകരുത്. ബിക്കോസ് നിങ്ങളെ വിളിച്ചത് ലോകമല്ല, നിങ്ങളെ വിളിച്ചത് മനുഷ്യരല്ല, നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത് ദൈവമാണ്. അയൽക്കാര് പറയുന്നത് കേട്ടും കൂട്ടുകാര് പറയുന്നത് കേട്ടും നിന്റെ വിശ്വാസത്തെ നീ അടിയറവ് വെച്ചിട്ട് നിന്റെ പ്രാർത്ഥനയും മടക്കി വെച്ചിട്ട് നീ പോകരുത്. ഇന്ന് രാത്രി വേള പറയണം, ആരെല്ലാം എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും എന്റെ യേശുവിനെ വിട്ട് എനിക്കൊരു ജീവിതമില്ല, എന്റെ കർത്താവിനെ വിട്ട് എനിക്കൊരു ജീവിതമില്ല. I'm going to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു.